സർവോപരി വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട പെരുമുഖം ആറ്റപ്പായ തങ്ങളുടെ പൊന്നോമന പുത്രനും അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് നൽകട്ടെ. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ജീവനാഡിയായിരുന്നു. ഏത് പ്രധാനപ്പെട്ട കാര്യവും തങ്ങളെ ദുആ കൊണ്ടായിരുന്നു ഒരു കാലത്ത് ആരംഭിച്ചിരുന്നത്. അദ്ദേഹം രോഗിയായി വീട്ടിൽ ശയ്യാവലംബനാവുന്നത് വരെയും നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ആൾ തങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊന്നോമന പുത്രനും SKSF-ൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റും എല്ലാമായ ബഹുമാനപ്പെട്ട ബഷീർ തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകൻ OP ഷറഫ്, ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് കോയ, ബഹുമാനമുള്ള മഹാന്മാരായ ഉമറാക്കളെ, പണ്ഡിതന്മാരെ, ദീനിൻ്റെ സഹകാരികളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തയുടെ പ്രവർത്തകരെ, ബഹുമാനികളായ മോമിനുകളെ, മോമിനാട്ടുകളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും റഹ്മത്തും ബർക്കത്തും തുറന്നു തരട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല ഈ ക്ലാസ്സിൽ 10-18 കൊല്ലത്തിനുള്ളിൽ വന്ന് മരണപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. ഗൾഫിൽ പോയവരുണ്ട്, അല്ലാഹു തആല അവർക്ക് ഖൈറായ റഹ്മത്തും സമ്പാദ്യവും സന്തോഷത്തിൻ്റെ തിരിച്ചുയാത്രയും ഒക്കെ നൽകട്ടെ. പിന്നെ ഇതിനെ വേണ്ട വിധത്തിൽ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. എഴുത്തക്കും അഫുവും കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദോഷികളാണെങ്കിലും അഫു ചെയ്യാൻ അല്ലാഹു അഹ്ലാണ്. അല്ലാഹു തആല അഫു ചെയ്യട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. സമുദായത്തിൻ്റെ മുഖത്തുള്ള പ്രശ്നങ്ങളെല്ലാം നീക്കി സമുദായത്തിന് ഏത് കാലത്തും ഇസ്സത്തോടെ എണീറ്റ് നിൽക്കാനുള്ള സാഹചര്യവും അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ പരിപാടിയുടെ സമാപനമാണ്. ഈ പരിപാടി ഇങ്ങനെ ചുരുക്കാനുള്ള ചില കാരണങ്ങൾ, ഒരു നിലക്ക് ചുരുക്കുകയുമല്ല. ഇപ്പോൾ പിന്നെ ചുരുക്കുക, നീട്ടുക എന്ന് പറയുന്നതിന് അർത്ഥമില്ലാത്ത ഒരു കാലം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ സോഷ്യൽ മീഡിയ കയറും. പിന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു കാര്യം ഇന്ന് ചുരുക്കുക എന്നൊരു സംഗതി സത്യത്തിലില്ല. ഈ സോഷ്യൽ മീഡിയ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഭംഗ്യൻ്റെ രേഖ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേർപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ കേരളത്തിൽ ഇനി ഏത് കാലത്ത് വരുന്ന ഒരു വിദ്യാർത്ഥിക്കും, ഒരു നന്മ ആഗ്രഹിക്കുന്നവനും പഠിക്കാവുന്ന വിധത്തിൽ ഒരു ഗഹനമായ പഠനം അത് സംബന്ധമായി നടത്തുകയാണ്. 52 പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന ശനിയാഴ്ച 53ാമത്തെ പ്രഭാഷണത്തിലേക്ക് കയറും. പഴയ കാലത്ത് നമ്മുടെ കോഴിക്കോട്ട് ക്ലാസ് ആഴ്ചയിൽ 1 ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസമാണ്. എന്തുകൊണ്ട്? അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയം അത്ര ഗഹനം, അത്ര പ്രവിശാലവുമായതുകൊണ്ട് ചുരുങ്ങിയത് 1000 ക്ലാസ്സെങ്കിലും അതിൽ വരുമെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. 1000 ക്ലാസ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹു നമുക്ക് ആയുസ് തന്നാൽ അള്ളാഹു തരട്ടെ. അങ്ങനെ വന്നാൽ തന്നെ ഈ വർക്ക്
ആഴ്ചയിൽ 2 ക്ലാസ് നടത്തിയാലേ 10 വർഷം കൊണ്ട് 1000 ക്ലാസ് ആകൂ എന്നതാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം. ഒരാഴ്ചയിൽ 2 ക്ലാസ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 1 ക്ലാസ് ആണെങ്കിൽ 10 കൊല്ലം കൊണ്ട് 500-ൽ താഴെ ക്ലാസ്സേ വരൂ. അപ്പോൾ 20 വർഷം വേണ്ടി വരും. അപ്പം നമ്മൾ അത് പരമാവധി നമുക്ക് ചെയ്യാവുന്നത് ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി പല ആളുകൾക്കും അത് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിൻ്റെ ചില പുസ്തകങ്ങളും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ടോപ്പിക് അവസാനിക്കുമ്പോൾ അതിൻ്റെ പുസ്തകം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള പഠനമാണ്, ചർച്ചയാണ് നടക്കുന്നത്. അത് തന്നെ ഏകദേശം ഒരു 40 ക്ലാസ്സിലേറെ വരാനാണ് സാധ്യത. 27 ക്ലാസ് കഴിഞ്ഞു ഖദീജ ബീവിയെ കുറിച്ച് മാത്രം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ ചർച്ച അവിടെ കിടക്കുകയാണ്. ലേശം ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. 300ഓളം ആയത്തുകൾ ഇറങ്ങിയ മഹാനാണ് അവർ. അത് വളരെ നീണ്ട ഒരു ചർച്ച അങ്ങനെ വരാം, അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത് ബഹുമാനപ്പെട്ട ഇന്നത്തെ സീതന്മാരിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ അത് വളരെ വലിയ ഒരു വർക്കാണ്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. അതിൻ്റെ പേരിൽ എന്തൊക്കെ പഴി കേൾക്കേണ്ടി വന്നാലും അത് പഴി കേൾക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തുടക്കത്തിൽ ചില ആളുകൾക്ക് ചിലതൊന്നും ദഹിക്കൂല. എന്തുകൊണ്ടെന്നാൽ ഏതൊരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിധ്വംസകവാദികൾ വരുമ്പോഴും ആദ്യം അവർ ചരിത്രത്തെ മൂടുകയാണ് ചെയ്യുക. ആദ്യമായിട്ട് ചരിത്രത്തെ നശിപ്പിച്ചാലേ ഒരു ജനതയുടെ ഉദ്ധാനത നശിപ്പിക്കാനും കഴിയൂ. ഒരു ജനതക്ക് അതിൻ്റെ മുൻഗാമികളുമായുള്ള ബന്ധം നശിപ്പിച്ചിട്ട് ആത്മീയമായ ബന്ധം തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപരിപ്ലവമായ ജാട മാത്രമേ ഒരു ജനതയിൽ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ബോൾഷെവിക്കുകൾ, ചൈനയിലെ വിമോചന പ്രസ്ഥാനവാഹകർ ഇപ്പോൾ ഇവിടെ നമ്മെ രാജ്യം ഭരിക്കുന്നവരടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിരിക്കൽ ചരിത്രത്തെ വക്രീകരിക്കുകയോ അല്ലെങ്കിൽ ചരിത്രത്തെ മാറ്റുകയോ ചെയ്യുകയാണ്. ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ നേരം വൈകാതെ നമ്മുടെ പുതിയ കുട്ടികൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആളാണ് ഇയാൾ എന്ന് ചോദിക്കുന്നൊരു കാലം വിദൂരമല്ല. എന്നാലാകട്ടെ ഒരു ഇന്ത്യക്കാരന് സ്വന്തം സിരയിൽ ഒഴുകുന്ന രക്തം പോലെ പ്രധാനികളാണ് ബഹുമാനപ്പെട്ട ഗാന്ധിജിയും പണ്ഡിറ്റ്ജിയും ഒക്കെ. പക്ഷെ അവരെപ്പോഴും ചരിത്രത്തിൽ നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തണമെങ്കിൽ അത് ചെയ്യല്ലാതെ ഭൗതികവാദികൾക്ക് നിർവാഹമില്ല. മതത്തിലും അങ്ങനെയുള്ള ചില പരിഷ്കരണങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പം അവരെല്ലാം ചെയ്യുക എന്തെന്നാൽ ചരിത്രത്തെ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇവിടെ ചരിത്രം എണീറ്റ് വന്നാൽ എല്ലാത്തിനും തെളിവായി, എല്ലാം വെളിപ്പെട്ടു. പിന്നെ ചരിത്രത്തിന് അതിൻ്റെതായ ഖുർആനികമായ ഒരു പിൻബലവുമുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ചരിത്രത്തിൽ നല്ല ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ പിന്നാലെ വരാനാണ് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ്റെ പ്രമുഖമായ കൽപ്പനയുമാണ്. പക്ഷേ ആ ചരിത്രം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. എന്തും ഇവിടെ ചെയ്യാം, മതത്തിനെ തോന്നിയതുപോലെ ചിത്രീകരിക്കാം. അപ്പം അതിനെതിരെയുള്ള ഒരു ശ്രമമാണ് ഈ നടത്തുന്നത്. അത് ഒരു പ്രസ്ഥാനത്തിനോ ഒരു വിഭാഗത്തിനോ മറ്റു വിഭാഗങ്ങൾക്കോ എതിരായ ഒരു വർക്കല്ല. പ്രത്യക്ഷത്തിൽ അവർക്ക് അങ്ങനെ തോന്നുമെങ്കിലും അല്ല. പകരം എന്താണ്, അവരുടെ തന്നെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ഇൻഷാ അല്ലാഹ് അവരുടെ കൂട്ടത്തിൽ കാര്യം മനസ്സിലാക്കുന്നവരും ഈ നന്മയിലൊക്കെ തിരിച്ച് എത്തിച്ചേരുന്നവരുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ചില വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിനാൽ അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു. അള്ളാഹു ജല്ല ജലാലു എന്ന ഒരു ആയുസ് മുഴുവനും നീണ്ടു നിൽക്കാൻ നാം ഉദ്ദേശിക്കുന്ന അള്ളാഹു തൗഫീഖ് ചെയ്തു തരട്ടെ. ഒരു പ്രഭാഷണവും നടത്തി ആരംഭിച്ചു. അത് 9 ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ 10ാം ക്ലാസ്സിലേക്ക് വരികയാണ് മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച 10ാം ക്ലാസ്സായി. അപ്പോൾ അതും അതിൻ്റെ വിപുലമായ നിലയിൽ ആയിരക്കണക്കായ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഭംഗിയായി അതും മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. സദസ്സിൽ മാത്രം, പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആളുകൾ അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആഴ്ചയിൽ നമ്മളിപ്പോൾ പഴയതുപോലെയല്ല, കോഴിക്കോടിനെ ബേസ് ചെയ്ത് തന്നെ നമ്മളൊരു 3 ദിവസത്തെ ക്ലാസ്സുകൾ നമ്മുടെ കൃത്യമായി ഇവിടെ കോഴിക്കോട് ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്.
അഹ്ലു ബൈത്തിന്റെ 2 ക്ലാസ്സും അല്ലാഹു ജല്ല ജലാലു എന്ന പാഴു ദാറുൽ ഖുർആൻ നടക്കുന്ന, അത് കോഴിക്കോടിൻ്റെ ഒരു അനുബന്ധമാണ്. ആ 3 ക്ലാസ്സുകൾ ഇവിടെ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്നത് കൊണ്ട് പണ്ടത്തെ പോലെയുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ നമുക്ക് നേരമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമ്മൾ താത്വികമായ ചില ഉപരിപ്ലവമായ ചില വൈകാരിക പ്രഭാഷണങ്ങൾക്ക് പകരം താത്വികമായ ചില ആശയങ്ങൾ സൊസൈറ്റിയിൽ ഏൽപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതോടനുബന്ധിച്ച് ചില വർക്കുകളും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം എന്നത് ഒരു പ്രഭാഷണത്തിൻ്റെ ആമുഖമാണ്. ആ പ്രഭാഷണം പൂർത്തിയാവുന്നില്ല. അതിൻ്റെ 2ാം ഭാഗം വരും, 3ാം ഭാഗം വരും, അങ്ങനെ വരും. മിനിഞ്ഞാന്ന് നമ്മൾ നടത്തിയ പ്രസംഗം ഫാത്തിഹയിൽ മദ്ഹുർ റസൂൽ എന്ന പ്രഭാഷണമാണ്. അത് കേവലം അസ്മായിൽ മാത്രം പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. അതായത് ഫാത്തിഹയുടെ പേരുകളിലുള്ള നബി മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ഒരാൾക്ക് നിഷേധിക്കാനേ കഴിയൂല. അത് പറയാൻ ചില കാരണങ്ങൾ ഉണ്ടായി. ഫാത്തിഹ റസൂലുള്ളാഹിയുടെ മദ്ഹാണ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്ത ചില ആളുകൾ അതിനെതിരെ പല ജാതി പ്രയാസങ്ങളും ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഗൗരവത്തെ ഒന്ന് ധരിപ്പിക്കണമെന്ന് വിചാരിച്ചു വിശദമായ പഠനം നടത്തിയപ്പോൾ ആ പഠനം നമ്മെപ്പോലും അത്ഭുതപ്പെടുത്തിപ്പോയി. എന്തുകൊണ്ടെന്നാൽ അത് 1, 2, 3, 4, 5 പ്രസംഗത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഇത്രയും നീണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ അസ്മായിലെ നബി മദ്ഹാണ് ഈ പ്രഭാഷണത്തിൽ കണ്ടെത്തിയത്. ഏകദേശം 2-2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടും അസ്മാ പോലും 2-3-4 ഇസ്മിനെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയും കിടക്കുകയാണ്. ഇവിടെയൊക്കെ വസ്തുതകൾ എന്തെന്നാൽ പഠിക്കുന്ന ആളുകൾക്ക് എമ്പാടും ഖനിയുണ്ട്. പക്ഷേ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം അതേ സമയത്ത് അവരൊക്കെ തന്നെ തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തെറ്റ് തിരുത്തുമെന്ന് പോലും ഞാൻ പറയുന്നില്ല. തെറ്റ് ശരി എന്ന് പറഞ്ഞ് ആരെങ്കിലും തെറ്റുകാരാക്കലല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ലക്ഷ്യം ഈ നന്മയുടെ വിഹായസിലേക്ക് നമ്മൾ ഒന്നിച്ച് ചേർന്ന് ആ അനസ്യൂതമായ ചരിത്രത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ നമ്മൾ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള സ്വപ്നം എന്നൊരു വിഷയത്തിലൊരു പ്രഭാഷണം പണ്ട് നടത്തിയിട്ടുണ്ട്. അതൊരു ഏകദേശം 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് സ്വപ്നം എന്ന വിഷയത്തിലൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ 2ാം ഭാഗമാണ് സത്യത്തിൽ ഈ 1ാം ഭാഗം. ഇനി ഈ 2ാം ഭാഗത്തിന് ഇനി അനവധി പ്രസംഗങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് അതിൻ്റെ ചില വിഷയങ്ങൾ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക, അതിൻ്റെ വഴി എന്ത്, അത് ചുരുക്കി ചില കാര്യങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനുള്ള വഴി എന്ത്, അതുകൊണ്ടുള്ള വേറിട്ട ഗുണങ്ങൾ എന്ത്, അങ്ങനെ ഒരാൾ കണ്ടാൽ അവൻ ചെയ്യേണ്ടത് എന്ത്, പിന്നെ സ്വപ്നത്തിൽ നബിയുടെ ഇടപെടലിൻ്റെ ചില വിഷയങ്ങൾ, അതാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചാൽ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ കാതൽ. നിങ്ങൾ ഗൗരവമായി ഇത് മനസ്സിലാക്കണം, ചിന്തിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ സ്വപ്നത്തിൻ്റെ ഒരു കാര്യം എന്തെന്നാൽ ഹബീബാ നബിയെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത് മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ തീർച്ചയായും എന്നെ തന്നെ കണ്ടിട്ടുണ്ട്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, എൻ്റെ കോലം കെട്ടി വരാൻ പിശാചിന് കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ കൃത്യമാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും സംശയിക്കേണ്ട, ഒരാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളാഹി തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹിനെ പഠിക്കേണ്ടതുണ്ട്, അത് വേറൊരു വിഷയം. റസൂലുള്ളാഹിനെ പഠിക്കും മുത്ത് മുഹമ്മദ് മുസ്തഫ അയാൾക്ക്. അപ്പോൾ ഏതൊരാൾക്ക് ഇവിടെ വേറെ 2 പ്രശ്നങ്ങൾ വരും. ഒന്നെന്ത്, അയാൾ കണ്ടത് റസൂലുള്ളാഹിനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്ന ചില വിഷയങ്ങൾ അവൻ ഗൗരവമായി പഠിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അവിടുത്തെ ജമാലിലേക്ക് ഒരു പഠനം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നീളം എന്ന് പറയുന്നത്. വിശദമായി നബിയുടെ ജമാൽ, നബിയുടെ സൂറത്ത്, നബിയുടെ രീതികൾ, നബിയുടെ നടത്തം, ഇതൊക്കെ ഒരാൾ പഠിക്കേണ്ടതുണ്ട്. കണ്ടത് വന്നത് നബി തന്നെയാണോ എന്ന് പരിശോധിക്കണം. ആ രൂപത്തിൽ ഇനി വേറൊരാൾക്ക് വരാൻ കഴിയില്ല. ഉദാഹരണം, ഒരു മനുഷ്യനൊരു കരീനുണ്ടാവും.
ഒരു ഗൗരവമായ കാര്യം പറയാണ്. കരീൻ എന്ന് പറഞ്ഞാൽ ഒരു പൈശാചിക സാമീപ്യം, ഒരു പൈശാചിക സാമീപ്യം ഉണ്ടാവും, ഏതൊരാൾക്കും ഉണ്ടാവും. മാമിൻകുമിൻ അഹദിൻ ഇല്ലാ ഉക്കില ബിഹി കരീനുഹു. ഒരു പൈശാചിക സാമീപ്യം ബന്ധമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനത്തെ ഒരാൾ നമ്മുടെ ഏതൊരാളുടെയും കൂടെ ഉണ്ടാവും, അതുറപ്പ്. ഇന്നലിബിനി ആദമ ലമ്മത്തമ്പിൽ മലക്കി ഔ ലമ്മത്തമ്പി ഷെയ്ത്താൻ എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാളൊരാളോട് മനുഷ്യന് ബന്ധമുണ്ടാവും, ഒന്നിരിക്കൽ മലക്ക് അല്ലെങ്കിൽ പിശാച്ച്. ഈ കരീൻ എന്നൊരാള് നമ്മളെ കൂടപ്പിറപ്പ് എന്ന് പറയും പോലുള്ള ഒരാളാണ് ഈ കരീൻ. കൂടെ ഉള്ള ഒരാളാണ് കരീൻ, എപ്പോഴും കൂടെ ഉണ്ടാവും കരീൻ. കൂടെയുള്ള ആൾ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം തന്നെ. ഈ ആള് പിശാചായ ആളെ ചിലപ്പോൾ ഇയാളെ ഒതുക്കാൻ നമുക്ക് കഴിയും, പിന്നെ അയാൾ ഒതുങ്ങും. ചിലർക്ക് അവരെ ഒതുക്കാൻ കഴിയൂല. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇയാളുടെ മൊത്തം കാര്യങ്ങൾ ഈ ആൾക്കറിയും, ഈ കരീനറിയും. അങ്ങനെ വരുമ്പോൾ ഈ കോലപ്പെടാൻ കരീന് കഴിയും. ഇയാൾ പിൽക്കാലത്ത്, അതാണ് ഒരു നിലക്ക് പറഞ്ഞാൽ പ്രേതം. അതിനൊക്കെ അതിനൊരു വലിയ പ്രസംഗം, നീണ്ടൊരു പ്രസംഗം നമ്മൾ നടത്തിയിട്ടുണ്ട് സിഹ്ർ എന്ന വിഷയത്തിൽ. അതിൽ കുറച്ച് വിഷയങ്ങൾ ബാക്കിയുമുണ്ട്, പ്രേത സംബന്ധമായ ചില ചർച്ചകൾ കൂടി ബാക്കിയുണ്ട്. അത് അടുത്ത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഒരു കരീന് കോലം കെട്ടി വരും, അത് ഒരാളുടെ രൂപത്തിൽ അയാളുടെ കരീന് വരാൻ കഴിയും. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ചില കരീനുമായി ബന്ധപ്പെട്ട കേസുകൾ തന്നെയുണ്ട്. ഇതൊക്കെ ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരാളുടെ രൂപത്തിൽ അയാളെ അറിയുന്ന ഒരു പിശാചിന് രൂപപ്പെടാൻ കഴിഞ്ഞേക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതേ സമയത്ത് ഒരാൾക്കും രൂപപ്പെടാൻ കഴിയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിനെ കളിക്കാൻ കഴിയും സ്വപ്നത്തിൽ. മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി നിന്നിട്ട് പല കളിയും കളിക്കാൻ പിശാചിന് കഴിയും. മനുഷ്യന്റെ ഭാവനകളും അങ്ങനെ വരും. അങ്ങനെ പല ജാതി കാര്യങ്ങളുണ്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഏതായാലും, പക്ഷെ ഇവിടെ ഒരു കാര്യം കൃത്യമായത് എന്താണെന്നാൽ, ഒരാൾ പുണ്യനബിയെ മനസ്സിലാക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ പ്രഥമ ദൃഷ്ട്യാ വന്നത് നബിയാണെന്ന് മനസ്സിലാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്ന സ്വാലിഹായ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് കാര്യത്തെ മനസ്സിലാക്കണം. നബിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ പിന്നെ ഒരാൾക്ക് വരാൻ കഴിയില്ല. അതായത് അത് പിശാചല്ല, ഉറപ്പ് തന്നെ. നബിയാണെന്ന് ഉറപ്പിക്കാനുള്ള വേറെയും ചില അടയാളങ്ങൾ ഞാനിതിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്, നബിയെ കാണുക, എപ്പോഴും കാണുക. ആ ആൾക്ക് സ്വഹാബി അല്ലെങ്കിലും അയാൾക്കൊരു പ്രത്യേകതയുണ്ടാവും അയാളെ ഈമാന്റെ കാര്യത്തിൽ. ഉദാഹരണം, പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്വാഅത്തിന്റെ വഴിപ്പെടുന്ന മനസ്സോടെ ഒരാൾ നബിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾ മുഅ്മിനായി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അയാൾ സ്വഹാബിയാണല്ലോ. 1400 കൊല്ലത്തിനിപ്പുറം നമ്മൾ സ്വഹാബി ഒന്നും ആവില്ല. പക്ഷേ അയാളുടെ ഈമാനിൽ അയാൾക്കൊരു ബലമുണ്ട്. അയാൾക്കൊരു ബലമുണ്ടാവും. വേറെയും ചില പ്രത്യേകതകളും അയാൾക്കുണ്ടാവും. സ്വഹാബി അല്ലെങ്കിലും അയാൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നല്ല, വലിയ കാര്യമാണ്. പുണ്യ റസൂലിനെ കാണൽ വലിയ കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഏതായാലും കാണാൻ എല്ലാവരും കൊതിക്കണം, എല്ലാവരും. അതിൻ്റെ ഒരു ഭാഗ്യം വല്ലാത്തൊരു ഭാഗ്യമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാൾ നബിയെ കണ്ടാൽ അയാൾക്ക് വല്ല പ്രത്യേകതയും ഉണ്ടാകുമോ എന്ന് ഒരു ചർച്ച ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. റുഅ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയെ കാണുക എന്ന് പറഞ്ഞാൽ അത് അഫ്ളലുൽ മിനനി അലൽ ഇൻസാനി റായി, ഈ കാണുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വലാ യകൂനു ഖൈറ ഹാദിഹി റുഅ്യ വബറകതുഹാ ഖാസൈൻ ബിറായി ഇന്നമാ യശ്മലാനിഹാ അഹ്ലുർ റായി വ ജമാഅത്തുൽ മുസ്ലിമീൻ. അതായത് ഒരാളൊരു വീട്ടിലുണ്ടായാൽ, ഒരു നാട്ടിലുണ്ടായാൽ ആ സമൂഹത്തിന് പോലും അതിൻ്റെ ബർക്കത്തുണ്ടാവും. അത്ര വിശാലമാണത്. അതായത്
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്ന ഒരാൾ, ഒരു വീട്ടിൽ കണ്ട ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഖൈറുണ്ടാവും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു വരട്ടെ, മറക്കുന്നതിന് മുമ്പ് പറയുകയാണ് ഒരു കാര്യം പറയാനുള്ളത്. സിഹിർ ഭയാനകമായ വിപത്താണ്. സിഹിർ ശിർക്കുള്ള കാലത്തോളം സിഹിർ ഉണ്ടാവും. അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്റു. പക്ഷേ ഏത് മസ്ഹൂറായ ആളും ഹബീബാ നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ സിഹിർ നിലനിൽക്കൂല. പൊട്ടി തകർന്ന് തരിപ്പണവും പൊട്ടിപ്പോവും. ആ സെക്കൻഡ് പൊട്ടു. ഏത് സിഹിറും പൊട്ടിപ്പോവും. പുണ്യ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ സിഹിർ നിലനിൽക്കൂല, കണ്ണേറ് നിലനിൽക്കൂല, നാവേറ് നിലനിൽക്കൂല. ഇതൊക്കെ ഹക്കാണ്. അൽ ഐനു ഹഖുൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. സിഹിർ ഹക്കാന്ന് പറയേണ്ടതേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ സിഹിറിന്റെ കാര്യത്തിൽ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു റസൂലിന്റെ കാര്യം തന്നെ സിഹിറിനോട് എതിരിടല. സയ്യിദ്നാ മൂസ അല്ലാത്ത നബിമാർ വേറെയുണ്ട്. സിഹിറിനെ നിഷേധിച്ചാൽ വളരെ ആപത്തുള്ള കാര്യമാണത്. ഒരിക്കലും മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റൂല സിഹിർ നിഷേധിക്കുന്നവരെ. എന്തുകൊണ്ട്? അത് അത്രയും വലിയ സത്യമായിട്ടും അത് നടക്കുന്ന ഒരു കാര്യമാണ്. സിഹിറുണ്ട്, അത് നടത്താൻ കഴിയും. അത് പൈശാചികമായ ചില കളികളാണ്. എന്നാൽ അതിനെ മറികടക്കാൻ കഴിയും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാവുന്നത്, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാളിൽ സിഹിർ നിലനിൽക്കുകയില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹബീബിനെ കാണാൻ തൗഫീഖ് തരട്ടെ. അയാളിൽ ഒരു ഖൈറുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈമാൻ കൃത്യമായും അയാളെ കൽബിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഹബീബിനെ കാണൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് നബിയോട് പ്രേമമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് അയാൾക്കെങ്കിലും ഉറപ്പിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഇത് പറയുമ്പോൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഒരാൾ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോഴത്തേന് എൻ്റെ ദറജ ഉയർന്നു എന്ന് അയാൾ വിചാരിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട്? പിശാചിന് നബിയുടെ രൂപം കെട്ടി വരാൻ കഴിയില്ല. പക്ഷേ സ്വപ്നം കണ്ട ആളെ ചതിക്കും. ആര്? പിശാച്. അതിൻ്റെ ഫഖ്ർ നാടാകെ പറഞ്ഞു നടക്കും. ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഉടനെ ഞാൻ അയാളോട് പറയാറുള്ളത് ഇനി ആരോട് പറയരുത് എന്നാണ്. അത് അയാളിൽ ഒതുക്കി വെക്കണം. എന്തുകൊണ്ടെന്നാൽ ഫഖ്ർ കയറും. ഫഖ്ർ ഭയങ്കര ഉജ്ബ് എന്ന് പറയും. ഞാനാണ് യോഗ്യൻ, ഞാൻ യോഗ്യൻ, ഞാൻ നല്ലവൻ, ഞാൻ നല്ലവൻ. എന്നാലോ ഇതൊരു അനുഗ്രഹമാണ്. അനുഗ്രഹം പിന്നെ നീങ്ങിപ്പോവും. എന്തുകൊണ്ട്? ഇതിങ്ങനെ പറഞ്ഞു നടക്കും ചില ആളുകൾ. പുണ്യ നബിയെ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ കണ്ടു, ഞാൻ അങ്ങനെ കണ്ടു, ഞാൻ നബിയെ സ്വപ്നം കണ്ട ദിവസം ഇന്നിങ്ങനെ പറയും. അത് പറയാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. ഒരിക്കലും പറഞ്ഞു പോകരുത്. എന്നാൽ അഹ്ലുൽ ഖൈറി വസ്സലാഹായ അഹ്ലുൽ ഇൽമ്, ഇൽമുള്ളവർ, കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് പറഞ്ഞാൽ വിഷയം മനസ്സിലാക്കുന്നത് നല്ല കാര്യവുമാണ്. അതിനപ്പുറത്തേക്ക് പോകരുത്, അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകരുത്. അത് അവിടെ ഒതുക്കണം. ഞാനൊരു വലിയ ആളായി എന്നവൻ ധരിക്കുക പോലും ചെയ്യരുത്. ഇനി ഒരാൾ നബിയെ സ്വപ്നത്തിൽ കണ്ടില്ല എന്ന് വിചാരിക്കുക, ഞാൻ മോശക്കാരനാണ് അയാൾ വിചാരിക്കരുത്. റുബ്ബമാ യൂജദു മുസ്ലിമുൻ ഖദ് മനഅഹു അല്ലാഹു മിൻ റുഅയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിനെ സ്വപ്നത്തിൽ കാണാതെ ചിലപ്പോൾ ചില ആളുകൾ തടയപ്പെടും. സ്വപ്നം കാണാൻ ആഗ്രഹിച്ച് കാണൂല. എന്തുകൊണ്ട്? അയാൾക്ക് അത്ര വലിയ, ഈ കൊതികൾക്കെല്ലാം അത്ര വലിയ ഹബീബിന്റെ തൊട്ടടുത്ത് തന്നെ സീറ്റ് അയാൾക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീ കുറെ കാലം കൊതിച്ച് നടന്നതല്ലേ, അപ്പൊ നിനക്ക് അന്ന് ഞാനത് തരാതിരുന്നത്, അത് തന്നിട്ട് പിന്നെ അതിന്റെ ഫഖ്ർ പറഞ്ഞ് നിനക്കത് നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ന് നിനക്ക് നബിയുടെ ജിവാറിൽ തൊട്ടടുത്തൊരു സ്ഥാനം തരുന്നതല്ലേന്ന് അള്ളാഹു പറയുന്നത് പോലെയാണ് പല ആളുകൾക്കും തടയപ്പെട്ടു പോകുന്നത്. മനസ്സിലാവുന്ന പറയുന്നത്, അതായത് കണ്ടവൻ കാണാത്തവന്റെ പിന്നിൽ ഫഖ്ർ നടിക്കണ്ട. ഞാൻ കണ്ടു, ഞാൻ യോഗ്യൻ, ഒരാൾ കണ്ടില്ല, അത് മോശക്കാരൻ, അങ്ങനെ വിചാരിക്കുകയും വേണം. കണ്ടത് ഫഖ്ർ നടിക്കാനുള്ള ഒരു കാര്യവും ആക്കണ്ട. ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ. പെട്ടെന്ന് ഇതിൽ മനുഷ്യൻ വഞ്ചിതനാവും. ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്ന പല ആളുകളെയും കാണാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നേരിട്ടോ സ്വപ്നത്തിനോ ദുനിയാവിൽ കാണാൻ കഴിയാത്ത ആളുകൾ കാണണമെന്ന് അയാൾക്ക് കൊതി ഉണ്ട് താനും പുണ്യ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ലഅല്ലഹു യകൂന ഖദ് ബലഗ ബി ഉംനിയതിഹി വഹുബ്ബിഹി ലഹു അദ്ദറജത്തല്ലതി അഖ്ബറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്കണേ. അയാളുടെ ഈ ആഗ്രഹം കൊണ്ട് അയാൾ എവിടെ എത്തുന്നറിയോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദുഹു ഹുബ്ബൻ ലി, എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും കടുത്ത പ്രേമമുള്ള ആൾ. അശദ്ദു ഉമ്മത്തി ലി ഹുബ്ബൻ, എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും പ്രേമമുള്ള ആൾ. നാസു യകൂനൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ചില ആളുകളാണ്. യവദ്ദു അഹദുഹും, അവർ ഓരോരുത്തരും കൊതിച്ചു പോകും. ലൗ റആനി ബി അഹ്ലിഹി വ മാലിഹി, അവന്റെ മുതലിന് പകരവും കുടുംബത്തിന് പകരവും നബിയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ മുതൽ വേണ്ടിയിരുന്നില്ല, എനിക്ക് കുടുംബം വേണ്ടിയിരുന്നില്ല, നബിയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്നവർ എനിക്ക് ശേഷം ഉണ്ടാകും. അവരാണ് ഏറ്റവും എന്നെ പ്രേമിക്കുന്നവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീത്ത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീത്ത് ഉണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്തിനുള്ള ഭാഗ്യം? കാണാനും തരട്ടെ. പക്ഷേ നബിയെ പ്രേമിക്കാൻ എനിക്കെൻ്റെ കുടുംബത്തെക്കാളും എനിക്കെൻ്റെ മുതലിനേക്കാളും വലുത് നബിയെ ഒന്ന് കണ്ടുകിട്ടലായിരുന്നു എന്നുള്ള ചിന്തയിലേക്ക് ഉയരാൻ അള്ളാഹു തആല ആ ഭാഗ്യം നമുക്ക് തുറന്നു തരട്ടെ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഈ ഒരു ആഗ്രഹത്തോടു കൂടെ അയാളാണ് മരിക്കുക. ചില ആളുകൾക്കുണ്ടാവും, അയാൾ ഭയങ്കര ആഗ്രഹിച്ച് പിന്നെ അയാൾ കണ്ടതേ ഇല്ല. എന്നാൽ അതിനൊരു കുഴപ്പമില്ല. ഒരാൾ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് അയാൾക്ക് പ്രയാസങ്ങളൊന്നും, അതുകൊണ്ട് അയാൾ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല എങ്കിൽ അതൊരു ദറജയുടെ മോശമല്ല. എന്നാലും അതിൽ ചില ഗുണങ്ങളുണ്ട്. ഞാനത് പറയും ചെയ്യാം. കാണാൻ എന്താണ് മാർഗം അത് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കണ്ടതിൽ പൗറ് നടിക്കരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് കാണാൻ എന്താണ് മാർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് ശ്രദ്ധിക്കണം, കാണാനുള്ള മാർഗങ്ങൾ. ഒന്ന് തഖ്വിയത്തുൽ ഈമാനി വൽ യഖീൻ. ഒന്ന് ഈമാനിനെയും യഖീനിനെയും അധികരിപ്പിക്കുക തന്നെ. ഈമാനും യഖീനും ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് ബറക്കത്തിറങ്ങും. ഒരു ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിലേക്ക് ബറക്കത്തിറങ്ങും. ബറക്കത്താണ് എന്ത്? റുഅ്യത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈമാനും തഖ്വയും ഒരു ജനത്തിനുണ്ടെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി, മുകളിൽ നിന്നും താഴെ നിന്നും അവർക്ക് ബറക്കത്ത് കിട്ടും. ഒരു ജനതക്ക് എങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടും, തീർച്ചയായും കിട്ടും, ഒരു പേടിയും വേണ്ട. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈമാൻ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈമാൻ അധികരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈമാൻ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈമാൻ അധികരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ഭംഗ്യം തരണം ഇതിൽ വരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ കാര്യം ശ്രദ്ധിക്കുക. ഈമാൻ അധികരിച്ചാൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ബറക്കത്തിറങ്ങി വരാനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കും. പിന്നെ അൽ ഇഖ്താറു മിനത്ത് ത്വാഅത്തി, ആരാധനകൾ പെരുപ്പിക്കുക. സുന്നത്തിന് മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. സുന്നത്തിനെ നല്ലോണം പെരുപ്പിക്കുക. ഫർളിനെ അതിനെ കൃത്യമായി ചെയ്യാം. ജമാഅത്തുകളെ സൂക്ഷിക്കുക. സുന്നത്തിനെ നല്ലപോലെ സൂക്ഷിക്കുക. പിന്നെ അൽ ഇബ്തിആദു അനിസ്സയ്യിആതീൻ, ചീത്തകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ഇതിൽ പുരളുമ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. ചീത്തകളിൽ നിന്ന് മാറി നിൽക്കുക. അതായത് ഈ മൊബൈലിൽ കളിക്കുക. ഒരു ഉദാഹരണം പറയാം. ഇപ്പം എല്ലാവരും ചീത്തയാക്കുന്ന സാധനമാണ് മൊബൈൽ. എല്ലാവരും പറയും നബിയെ കാണാൻ എന്താ ചെയ്യുക? നബിയെ കാണാൻ ചെയ്യുക, ആദ്യം എൻ്റെ മൊബൈലാണ് മാറ്റിവെക്കുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ടായതുകൊണ്ട് അതുണ്ടാവില്ല. കാരണം അത്രയും ചീത്തകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ കളിക്കുക. പിന്നെ കുറച്ച് നമ്മൾ സുന്നത്തെടുത്തത് കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീനെ പിന്നെ സ്വപ്നം കാണുമെന്ന് വിചാരിക്കരുത്. സയ്യിആത്തിൽ നിന്ന് പൂർണ്ണമായി അയാൾ ഒഴിവായി നിൽക്കണം. എന്തൊക്കെ സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചീത്തകൾ, ചീത്തയായതെല്ലാം ഇന്നാലിന്നതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്കറിയാം. എന്തൊക്കെ ചീത്തകളുണ്ടോ ഇന്നൊക്കെ
അയാൾ ഒഴിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. فكلما كثر الانسان من طاعه ربه ففعل الواجبات وتقرب بالنوافل من الصلاه والصوم والصدقه والذكر ومساعده الناس وغير ذلك. ശ്രദ്ധിക്കണേ, നിസ്കാരത്തിനെ കൃത്യമാക്കുക, സുന്നത്ത് നോമ്പ് നോക്കുക, അതേപോലെ തന്നെ ദിക്ർ ചെല്ലുക, മനസ്സിലും നാവിലും ദിക്ർ ഉണ്ടാവുക. വമുസാഅദത്തിൻ നാസി കാന യുഹിബ്ബുൽ ഫുഖറാ വൽ മസാക്കീൻ. പാവപ്പെട്ടവരെ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഫക്കീറന്മാരെ സഹായിക്കുന്നവർക്ക് സാധ്യത കൂടുമെന്ന് ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആവറേജ് ദീനുണ്ട്, നബിയെ കാണാൻ കൊതിയുണ്ട്, ഫക്കീറന്മാരെ സഹായിക്കാം. ഫക്കീറന്മാരെന്ന് പറഞ്ഞാൽ മിസ്കീൻ റസൂൽ ആഗ്രഹിച്ച മർത്തബയാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വശുർനി ഫീ സുംറത്തിൽ മസാകീൻ. മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിപ്പിക്കണം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ. നമ്മൾ മിസ്കീന്മാരെ കൂട്ടത്തിലാവണം. നമ്മൾ മിസ്കീന നിസ്സാരമായി വാതിൽക്കൽ ആട്ടി ഓടിക്കുക, എന്നിട്ട് നമ്മൾ നബിയെ സ്വപ്നം കാണാനുള്ള അമൽ ചെയ്തിട്ട് കാണും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ എത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അയാളെ കൂടെ നടന്നു പോകലാണെന്ന് മുഹമ്മദ് മുസ്തഫ. വല അൻ അംശിയ മഅ റജുലിൻ ഫീ ഹാജത്തിൻ ലഹു അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്. മദീന പള്ളിയിൽ എത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അയാളെ കൂടെ ഒന്ന് പോയി കൊടുക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനകത്ത് എത്തിക്കാഫ് മോശമല്ല, എത്തിക്കാഫ് നല്ല തന്നെയാണ്. പക്ഷെ ഒരു ആവശ്യം ഒരാൾ വന്ന് പറഞ്ഞാൽ പിന്നെ എത്തിക്കാഫിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അയാളുടെ ആവശ്യത്തിനാണ്. അതാര് ഏത് ജാതി മതമൊന്നും കണക്കില്ല. മനുഷ്യന്റെ ആവശ്യമാണ്. വിശപ്പ് തന്നെയാണ്, പ്രയാസമാണ്, രോഗമാണ്. എല്ലാവർക്കും കൽബങ്ങട് നിർമ്മലമാണ്, കൽബങ്ങട് ലളിതമാണ്. എല്ലാം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഞാൻ നല്ല മനുഷ്യന്മാർക്ക് ഒരുപാട് അടയാളുണ്ട്. അവനാ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ദുആ ചെയ്യും, അല്ലാഹ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണേ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ, ജാതി മതമൊന്നും ഇല്ല, എല്ലാവർക്കും കൊടുക്കണേ. അച്ഛൻ്റെ രോഗം മാറിയിട്ട് വേണം, നല്ല പണിയെടുത്ത് വന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങിത്തരുന്നു കരയുന്ന ഇങ്ങോട്ട് കുട്ടികളോട് പറയുന്ന അമ്മമാരുണ്ടാവും ആയിരക്കണക്കിന്. ഇല്ലേ? പറയില്ലേ? വിശപ്പിനും രോഗത്തിനും എന്ത് ജാതിയാണ് കുട്ടി, എന്ത് മതമാണ് കുട്ടി? മനസ്സിലാണ്ട് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. രോഗി എവിടെ രോഗി തന്നെയല്ലേ, പ്രയാസമല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണമെന്നറിയാം, ദുആ. അതേപോലെ തന്നെയാണ് എന്ത്, ഇന്ന് രാത്രി ഉറങ്ങണതിന് മുമ്പ് റബ്ബേ ഈ ഇന്നത്തെ ദിവസം മരിച്ച എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ. എല്ലാ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ വിശ്വസിച്ച സകല ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, ദുആ ചെയ്യാം. അള്ളാഹുവിൽ അവന്റെ റസൂലിൽ ആർക്കൊക്കെ വിശ്വാസമുണ്ടോ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ. ഈ ഭൂമിക്ക് മുകളിൽ ഏതൊക്കെ ഒരാൾ ഇന്നത്തെ ദിവസം കഷ്ടപ്പെടുന്നുണ്ടോ, ജാതി ഏത് മതം ഏതെന്ന് കണക്കില്ല, അവർക്കെല്ലാം നീ സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്. മനസ്സങ്ങോട്ട് ലെവലായി ഉറക്കത്തിൽ കാണുന്നതാണല്ലോ എന്ത് സ്വപ്നം. മനസ്സിലായില്ലേ പറഞ്ഞത്? നിങ്ങൾ കരുണ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അവർ പറഞ്ഞു, കുല്ലുനാ റഹീം, ഞങ്ങളെല്ലാവരും കരുണയുള്ളവരാണ്. അപ്പോൾ ഹബീബ് പറഞ്ഞു, ലൈസ ബിഖാസത്തി അഹദികും വലാകിൻ ബിറഹ്മത്തി ബഅലികും ബഅലാ. നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന റഹ്മത്തല്ല ഞാൻ പറയുന്നത്, വലാകിൻ റഹ്മത്തുൽ ആമ്മ. ജാതി മതം നോക്കാതെ എല്ലാ മനുഷ്യർക്കും കരുണ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നേരത്തെ തന്നെ ഉറങ്ങണതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് പറയാൻ കഴിയാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തെ എളുപ്പമാക്കും. ഇതൊക്കെ മുസ്തഫ നബിയുടെ പ്രേമത്തിൽപ്പെട്ടതാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രേമം ഉണ്ടാവണം. പ്രേമിച്ചാൽ പോരാ, നബിയെ പ്രേമം ഉണ്ടാവണം. ഒരിക്കലും ഒരു ഷെയ്ഖ് തൻ്റെ ഷെയ്ഖിന്റെ തിൽമീദ് വന്നിട്ട് പറഞ്ഞു, കാല അഹദു തലാമീദിൽ ഷെയ്ഖി. ഒരു ശിഷ്യൻ വന്നിട്ട് തൻ്റെ ഷെയ്ഖിനോട്, തൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉരീദുൻ അറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി. ശ്രദ്ധിക്കണേ, ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഒരിക്കലേ നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെല്ലാം കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ
തൻ്റെ വന്യരായ ഗുരുവര്യനോട് പറഞ്ഞ് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഉരീദ്വാൻ അറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി, എനിക്ക് സ്വപ്നത്തിൽ നബിയെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. മഹാനവർകളെ, ഗുരുവര്യരെ, ശൈഖ് അവർകളെ, എനിക്കതിന് വഴി പറഞ്ഞു തരണം. ഫഖദ് സാദ ഹുബ്ബി ലഹു, ഹബീബ നബിയോട് എനിക്ക് വല്ലാത്ത പ്രേമമാണ്. വഹാജത്ത് അശ്വാഖ ഇലൈഹി, വല്ലാത്തൊരു പ്രേമമാണ്, വല്ലാത്തൊരു പറപറക്കുന്ന സ്നേഹം, വല്ലാത്തൊരു ഇഷ്ടം എനിക്ക് ഹബീബായ നുരഞ്ഞ പൊങ്ങാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫഖാലഹു ശൈഖു, അപ്പോൾ ശൈഖ് ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഗുരുവര്യൻ പറഞ്ഞു, അലൈക്കാൻ തത്താവനാവല ആശാൻ ദസമൻ, നീ നല്ല ഉഷാറുള്ള നല്ല കൊഴുപ്പുള്ള നല്ല ഭക്ഷണം ഇന്ന് രാത്രി ഭക്ഷണമായി കഴിക്കുക. നിസ്ബത്തിൽ മിൽഹി സായിദത്തൻ ബിഹി, പരമാവധി ഉപ്പ് കൂട്ടിയിടുക. നബിയെ സ്വപ്നം കാണാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക. ശിഷ്യൻ വന്ന് പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദേ എനിക്ക് നബിയെ സ്വപ്നം കാണണം, എനിക്ക് വല്ലാത്ത പ്രേമമാണ് നബിയോട്, നബിയെ സ്വപ്നം കാണുന്നു. അപ്പോൾ പറഞ്ഞു, നല്ല ഉഷാറ് നല്ല കേമമായ ഒരു ഭക്ഷണമാണ് കഴിക്കുക ഇന്ന് രാത്രി. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ പരമാവധി ഉപ്പിടുക, പരമാവധി ഉപ്പിടുക. ദാഹം അങ്ങോട്ട് കൂടട്ടെ, വല്ലാതെ ദാഹം കൂട്ടാവുന്ന വിധത്തിൽ പരമാവധി ഉപ്പ് ഈ ഭക്ഷണത്തിൽ കയറ്റിയിട്ട്, ഉപ്പിന്റെ ഒരു കളിയായിരിക്കണം ഭക്ഷണം മുഴുവനും. അങ്ങനെ പരമാവധി ഉപ്പുള്ള ഒരു ഭക്ഷണം നീ കഴിക്കുക. എന്നാൽ ഒലാ തശ്റബിൽ മാ, ഒരിക്കലും വെള്ളം കുടിക്കരുത്. നബിയെ സ്വപ്നം കാണാനുള്ള മാർഗമാണ് എന്ത്, രാത്രി നല്ല ഉറങ്ങണതിന് മുമ്പ് നല്ലൊരു ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നല്ലോണം ഉപ്പിടുക, ഒരു തുള്ളി വെള്ളം കുടിക്കുകയും ചെയ്യരുത്, ഉറങ്ങണ മുമ്പ് കുടിക്കേ ചെയ്യരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഈ മനുഷ്യൻ തിൽമീദിനോട്. തിൽമീദ് നബിയെ സ്വപ്നം കാണാനുള്ള മാർഗമല്ലേ എന്ന് വിചാരിച്ച് തിൽമീദ് എന്ത് ചെയ്ത്, പരമാവധി നല്ലൊരു ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ച്, നല്ല ഫാറ്റൊക്കെ ഉള്ള നല്ലൊരു ഭക്ഷണം സംഘടിപ്പിച്ച് പരമാവധി ഉപ്പ് അതിലിട്ട്, അതായത് കഴിക്കാവുന്ന പരമാവധി ഉപ്പ് ഭക്ഷണത്തിൽ കൂട്ടി ഒരു തുള്ളി വെള്ളമൊട്ട് കുടിച്ചതും ഇല്ല. ഉറങ്ങാനൊക്കെ ആയപ്പോഴത്തിന് തന്നെ കോലം മാറി ഇയാൾക്ക്. എന്തുകൊണ്ട്, ദാഹം കലശലായി, ഒരു തുള്ളി വെള്ളം ആ രാത്രി കുടിക്കരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഉറങ്ങാൻ കിടന്നു. ഏതായാലും നബിയെ സ്വപ്നം കാണുന്ന വഴിയാണല്ലോ, പച്ചവെള്ളം കുടിക്കാതെ ഉപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ നബിയെ സ്വപ്നം കാണുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇയാൾ അങ്ങനെ ഏതായാലും നബിയെ സ്വപ്നം കാണാൻ പോവല്ല, സന്തോഷത്തിൽ കഷ്ടപ്പെട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, അങ്ങനെ കിടന്നുറങ്ങി. പക്ഷെ ഫമാറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കണ്ടില്ല. പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ തിൽമീദു കലാമ ശൈഖി ثم جاء اليه من الغد فقالوا لم ارى النبي صلى الله عليه وسلم, ഞാൻ നബിയെ കണ്ടതൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, നബിയെ കണ്ടില്ല. അപ്പോൾ അപ്പോൾ ശൈഖു തുമ്മ മാതായിട്ടാ, പിന്നെ എന്താ നീ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അന്നനെ അസീറു അല ഷാത്തിൽ അൻഹാരി, ഞാൻ പുഴവക്കത്തൂടെ നടക്കുന്നതൊക്കെ എങ്ങനെ സ്വപ്നം കണ്ടു. നല്ലപോലെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, അതും ഞാൻ സ്വപ്നം കണ്ടു. എല്ലാ ഭൂമിയുടെ ഏരിയയിൽ മുഴുവനും വെള്ളം ഇങ്ങനെ ഉറവ പൊട്ടി ഒഴുകുന്നതും ഞാൻ സ്വപ്നം കണ്ടു. അതൊക്കെയാ കണ്ടത്, ഞാൻ നബിയെ കണ്ടില്ല. അപ്പോൾ ഫഖാല ശൈഖ് പറഞ്ഞു, ലമ്മ നിംത, നീ ഉറങ്ങാൻ കിടന്നപ്പോൾ അന്ത മശഊലുൻ നഫ്സി ബിൽ മാഇ, ആ സമയത്ത് നിന്റെ മനസ്സിലുള്ളത് വെള്ളം കിട്ടണമെന്നാണ്. അതുകൊണ്ട് ഈ സ്വപ്നം ആരെ കാണുള്ളൂ, സ്വപ്നം വെള്ളത്തിനെ കാണുള്ളൂ. കാരണം ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ നിന്റെ മനസ്സിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നീ പുഴവക്കത്തൂടെ നടക്കുന്നതും അതേപോലെ തന്നെ മനോഹരമായി മഴ പെയ്യുന്നതും നീ ഉറവയുടെ പരിസരത്തൊക്കെ അങ്ങനെ ഉറവയെടുക്കുന്നതും അതൊക്കെ ആകാനുള്ള കാരണം എന്തുകൊണ്ട്? എന്തെന്നാല് നീ വളരെ വലിയ ദാഹം പരവശനായിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അപ്പൊ സ്വാഭാവികമായും അതുണ്ടാകും. ഇനി ഇതേ അവസ്ഥയിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ നിന്റെ കൽബിലേക്ക് കയറി വരണം എങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണും എന്ന് ശൈഖ് പഠിപ്പിച്ചു. അല്ലാതെ ഉപ്പ് തിന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണുക എന്നൊരു സംഭവം ഉണ്ടാവില്ല. ഉപ്പ് തിന്ന റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണുക എന്ന സംഭവം ഉണ്ടാവില്ല. റഅയ്ത ഫീ മനാമിക്കൽ മിയാഹ ബിഖ്തിലാഫി അൻബാഇഹ ഫഇൻ അറദത റുയത നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശ്ഖൽ നഫ്സക ബിഹി വബിഹുബ്ബിഹി വബിസുന്നതിഹി വബിസിറതിഹി വത്തിബാഇഹി വതഅതിഹി. നബിയെ സ്വപ്നം കാണണമെങ്കിൽ നബി നിന്റെ മനസ്സിലാണെന്ന് അറിയണം.
അതെങ്ങനെ നബി എന്റെ മനസ്സിൽ നിറയുക? ബി സുന്നത്തി, നബിയുടെ സുന്നത്ത് കൊണ്ട്, വബി സീറത്തി, നബിയുടെ ചരിത്രം കൊണ്ട്, വത്തിബായി, നബിയുടെ പിമ്പറ്റൽ കൊണ്ട്, വബി ത്വാഅത്തി, നബിയെ പരമാവധി വഴിപ്പെടൽ കൊണ്ട് എന്ന്. അത് പരമാവധി എത്രത്തോളം ദീൻ നിന്നിൽ അങ്ങോട്ട് കയറിയോ അത്രത്തോളം നബിയും നീയും തമ്മിലുള്ള ബന്ധം, നിനക്ക് നബിയെ കാണല്ലാത്തൊരു നിർവാഹമില്ല എന്ന അവസ്ഥയിൽ വരും. അപ്പോൾ ഏത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും നിന്റെ മനസ്സിലാരാ ഉള്ളത്? പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുന്ന ഒരാൾക്ക് നീ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടണമെന്നാണ് നിന്റെ മോഹം. ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് മുത്തുനബിയെ കാണല്ലാതെ ഇനി ജീവിക്കാനും മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് നീ എത്തിയാൽ ഈ ഭാഗ്യം മനസ്സിലായില്ലേ? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നിനക്ക് തുറന്നു തരും എന്ന് ഷെയ്ഖ്. അല്ലാതെ ഉപ്പ് തന്നതുകൊണ്ട് ഹബീബായ നബിയെ സ്വപ്നം കാണുമെന്ന് വിചാരിക്കേണ്ട. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ എല്ലാവർക്കും വേണ്ട എന്തെന്നാല് നബിയെ സ്വപ്നം കാണണം. പക്ഷെ എടുക്കുന്ന പണി കൂട്ടാൻ നിർവാഹമില്ല, ചീത്തേനെ മാറി നിൽക്കാനും നിർവാഹമില്ല. പിന്നെ നബിയെ സ്വപ്നം കാണാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരണോ? ഇതൊന്നും ഇല്ലാതെ നബിയെ സ്വപ്നം കാണാൻ ഒരു വഴിയുണ്ട്, പറയട്ടെ. സുന്നത്തുകൾ പെരുപ്പിക്കാതെ, ദീനൊന്നും അനുഷ്ഠിക്കാതെ, ചീത്തകളിൽ നിന്ന് മാറി നിൽക്കാതെ നബിയെ സ്വപ്നം കാണാനുള്ള വഴി പറഞ്ഞുതരണോ? അത് പറഞ്ഞുതരാം. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കൊണ്ടുവരിക. 1001 രാവുകളിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ട്. എന്ത് വിചാരിച്ചാലും അത് സാധിക്കുന്ന അത്ര ഈ അത്ഭുത വിളക്കെന്ന് ഷെഹ്റസാദിന്റെ കഥയാ 1001 രാവുകളിൽ പറയുന്നുണ്ട്. എന്തും സാധിപ്പിക്കുന്ന ഒരു അത്ഭുത വിളക്കുണ്ടായിരുന്നു. അപ്പൊ എന്നതുപോലെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കിട്ടേണ്ടി വരുമെന്നല്ലാതെ മുത്തുനബിയെ കാണാൻ ഒരു മാർഗം ഉണ്ടാവില്ല. യഖീനില്ലാത്ത ഒരാൾക്ക്, ഈമാൻ പൂർത്തിയാകാത്ത ഒരാൾക്ക് ഹബീബാ നബിയെ സ്വപ്നം കാണാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, മനസ്സിൽ പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പൂർണ്ണമായി മാറണം. ഇത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മനസ്സിൽ എന്താണോ മതിച്ചു നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്വപ്നത്തിൽ വരിക. അപ്പൊ ഈ കഴിഞ്ഞ 2-3-4 ദിവസം വരെ ഇന്ത്യയിൽ എത്രയോ ആളുകൾ പാർലമെന്റ് മെമ്പറായിട്ട് അങ്ങനെ വളരെ ഉഷാറായിട്ട് ഉദ്യോഗസ്ഥന്മാരെ അയാൾക്ക് സല്യൂട്ട് അടിച്ചിട്ട് അങ്ങനെ കയറിപ്പോകുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവര് ഒരുപക്ഷെ കെട്ടിവെച്ച പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും എന്തുകൊണ്ട്? കിട്ടിയെങ്കിൽ വലിയ ആഗ്രഹമായി എന്ന രൂപത്തിൽ ചെയ്യാവുന്നതിന് പരമാവധി അവർ ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്നതിന്റെ പരമാവധി ഓരോ സ്ഥാനാർത്ഥി ചെയ്തിട്ടുണ്ട്. ചിന്തിക്ക്. ഒരു നിലക്കും ചിന്തിക്കാൻ കഴിയാം. 100 വോട്ട് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഇവരൊക്കെ ഇങ്ങനെ ഇതിന് മെനക്കെടുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും നല്ല കരിക്കും പിടിച്ചു നിൽക്കുന്നതും ഓട്ടോറിക്ഷയ്ക്ക് ചാരി നിൽക്കുന്നതുമായ എത്രയോ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ പരസ്യമായി നമ്മളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇവരെന്തിനാ ഇതിങ്ങനെ മെനക്കെടുന്നത്? അവരിങ്ങനെ പൊരി വെയിലത്ത്, നട്ടുച്ച നേരത്ത് പൊരി വെയിലത്ത് അവരിങ്ങനെ നടുറോട്ടിലൂടെ പോകണ്ടേ? 1-2 തവണ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ നടുറോട്ടിൽ വെയിലും കൊണ്ട് പോകണ്ടേ? അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. 100 വോട്ട് അവർക്ക് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടാൻ അവർക്കൊരു പാർട്ടിയില്ല, സാഹചര്യമില്ല. പിന്നെന്തേ? അതൊരു ആഗ്രഹമാണ്, കിട്ടിയ വലിയ കാര്യല്ലേ? അപ്പൊ എന്നതുപോലെ നമ്മൾ അതിന് മാത്രം പണിയെടുത്താൽ തീർച്ചയായും ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണും. അതിൽ യാതൊരു സംശയവും വേണ്ട. വേറൊരു കാര്യം വേണ്ടത് എന്തെന്നാൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ എനിക്ക് സ്വപ്നം കാണണമെന്ന് സദാസമയവും അള്ളാഹുവോട് ദുആ ചെയ്യാം. കൂട്ടത്തിൽ മറക്കണ്ട, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ തന്നെ പറ്റുന്ന രാത്രികളായിരുന്നു. ഇനി കുറെ രാത്രികൾ ബാക്കിയുണ്ട്. ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് സ്വപ്നം കാണണമെന്ന് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ അമലുകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്ക് മുഅ്മിനീങ്ങളെ ചില മാർഗങ്ങൾ കൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാനുള്ള മാർഗം അത്തബ്ശീർ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കൊണ്ടുള്ള ബിശാറത്ത് പരമാവധി പ്രചരിപ്പിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കപ്പെടുക, നാട്ടിൽ സ്വീകരിക്കപ്പെടാനും നബിയെ പറയപ്പെടാനുമുള്ള നിന്റെ ആഗ്രഹം വർദ്ധിക്കും. അതിന് നിന്നാൽ കഴിയുന്നൊക്കെ നീ ചെയ്യും. എന്ന് സയ്യിദുനാ ഈസ, ഈ ആൾക്ക് ഒന്നുകൂടി അള്ളാഹു ഭൂമിക്ക് അവസരം തന്നു. വേറൊരു റസൂലിനും ആ അവസരം അള്ളാഹു കൊടുത്തില്ല. എൻ്റെ കൂടെ വരണം കേട്ടോ. ഇയാൾ അവസാനമായി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ
പോവുകയാണ് തൽക്കാലം. ഒരാളിവിടെ വരാനുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് സയ്യിദുനാ ഈസ. ومبشرا برسول يأتي من بعد اسمه أحمد ومبشرا برسول മഹാനായ റസൂലിനെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് വന്നത് സയ്യിദുനാ ഈസ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം നാട്ടിൽ പ്രചരിപ്പിക്കാൻ എന്തൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയോ അതെല്ലാം നീ ചെയ്യും. നബിയെ കൊണ്ട് ഒരാൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി നബിയെ പറ്റിയൊരു പാട്ട് പാടിയാൽ നിന്റെ മനസ്സ് സന്തോഷിക്കണം, നിന്റെ മനസ്സ് തുടികൊട്ടണം. ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നീ ആഗ്രഹിക്കണം. കാരണം ആ കുട്ടി പാടിയത് അത്ര ഭംഗിയൊന്നല്ലെങ്കിലും ആരെ പറ്റിയാ പാടിയത്? പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അത്ര വലിയ ഒരു കനപ്പെട്ട പാട്ടൊന്നും അല്ല, രീതിയൊന്നും ഭംഗിയില്ല. നീ ഭംഗിയുള്ള രീതിയാണെങ്കിൽ പറയും വേണ്ട, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബിനെ പറ്റിയല്ലേ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തുർക്കി രാജാവായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഒരു കഥ ഞാൻ പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാവാ നിങ്ങൾക്ക്? സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഒരു തുർക്കിയായ ഒരു സാധു ഉണ്ടായിരുന്നു. അയാള് ഒക്കെ പൊളിഞ്ഞ്, തുർക്കിയായ ഒരു സാധു ഉണ്ടായിരുന്നു. അയാളെ കച്ചവടം ചെയ്ത് കച്ചവടം പൊളിഞ്ഞുപോയി. അങ്ങനെ കച്ചവടം പൊളിഞ്ഞിട്ട് എല്ലാ ദിവസവും അയാൾ അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹ് എൻ്റെ കടം വീടണേ. ഒരു ദിവസം അയാൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് പറയാണ്, അബ്ദുൽ ഹമീദ് രാജാവ് എനിക്ക് തരേണ്ട സ്വലാത്ത് പൂർത്തിയാക്കി തന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കടമുണ്ട് സ്വലാത്ത്, അതുകൊണ്ട് അത് ഞാൻ മാപ്പാക്കണമെങ്കിൽ നിന്റെ കടം വീട്ടിത്തരാൻ അബ്ദുൽ ഹമീദിനോട് പറ. എന്റെ അബ്ദുൽ ഹമീദ് സാധാരണ എനിക്ക് ചൊല്ലാറുള്ള സ്വലാത്ത്, തുർക്കി രാജാവായിരുന്ന രാജാവ്, നിങ്ങൾ ചിന്തിക്കണം, രാജാവ് ഒരു പഞ്ചായത്ത് മെമ്പറായ നേരമില്ലാത്ത ആളുകളാണ് നമ്മൾ. ഒരു സംഘടനയിൽ ചെറിയ മെമ്പർഷിപ്പ് കിട്ടിയാൽ പിന്നെ ഒരാൾക്ക് നേരമില്ല. ഒരു രാജാവിന്റെ കഥയായി പറയുന്നത്, ഇതൊക്കെ ചരിത്രമല്ലേ. തുർക്കി രാജാവായ സുൽത്താൻ അബ്ദുൽ ഹമീദ് കൃത്യമായി ഒരു സ്വലാത്ത് എഴുതിയിരുന്നത്ര, ഒരു എണ്ണം. മനസ്സിലായത്? ഇത് നബിക്കും അദ്ദേഹത്തിന്റെ ഇടയിലുള്ള സിറാണ്. ചിലപ്പോൾ 1000 സ്വലാത്തായിരിക്കും. 1000 സ്വലാത്ത് ദിവസേന ചെല്ലുന്ന ആളുകൾക്ക് നരകണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. 1000 സ്വലാത്ത് ദിവസേന ചെല്ലുന്ന ആള് മരിച്ചിട്ട് ചുണ്ടനക്കി ചിരിക്കുന്നത് എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചിട്ട് ചിരിക്കാം, മരിച്ചിട്ട് മയ്യത്ത് ചിരിക്കും. മയ്യത്ത് ചിരിച്ചിട്ടുണ്ട് എന്നോട്, മരിച്ച മയ്യത്ത് എന്നോട് ചിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നലാണെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കൂടെ വന്ന ആള് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറയാണ്, മയ്യത്ത് എന്നോട് ചിരിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. നമ്മുടെ ബീരാമൊയ്തേക്ക നമ്മുടെ ബീരാമൊയ്തേക്ക ആ പറോക്കിലുണ്ടായിരുന്ന ബീരാമൊയ്തേക്കനെ കഫൻ ചെയ്യുന്ന നേരത്താണ്. അയാള് 10 കൊല്ലത്തിലൊക്കെ ഏറെയായി ദിവസേന 1000 സ്വലാത്തിലുള്ള ആളായി എനിക്കറിയാം. അയാള് ഞാന് മരിച്ചിട്ട് ഞാൻ ആ മയ്യത്തിന് അടുത്ത് പോവാം. അപ്പൊ ഈ കഫം പൂർത്തിയാവുന്ന നേരത്താണ് ഞാൻ എത്തുന്നത്. അപ്പൊ കഫം മാത്രം മുഖത്തിന് മാത്രം നീക്കി അവരിന്റെ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ എന്റെ കൂടെ ഒരാളും ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, പിന്നെ ഇയാള് ബീരാമൊയ്തേക്ക എന്നോടൊന്ന് ചിരിച്ചോന്ന്, അയാളൊന്ന് ചിരിച്ചതുപോലെ എനിക്കിങ്ങനെ തോന്നി. പിന്നെ മയ്യത്ത് ചിരിക്കാന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. ഞാനത് വിട്ടു, ഞാനത് ആരോടും പറഞ്ഞതുമില്ല. അങ്ങനെ അവിടെ പുറ്റേക്കാട് പള്ളിയിൽ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചു. മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ എന്നോട് പറയാണ്, മയ്യത്തിൻ്റെ കൂടെ ആ വണ്ടിയിൽ യാത്ര ചെയ്ത ആൾ എന്നോട് പറയാണ്, മയ്യത്തൊന്ന് ചുണ്ടനക്കി ചിരിച്ചതുപോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും തോന്നി. അനവധി കൊല്ലായി ദിവസം 1000 സ്വലാത്തിൽ, അനവധി കൊല്ലായി. എല്ലാ പ്രാരാബ്ദവും പ്രയാസവും രാവും പകലും അധ്വാനം ഉണ്ടായിരുന്ന മനുഷ്യൻ. അപ്പൊ അതിന്റെ ഒരു ഫലം ഉണ്ടാവുമല്ലോ. ഇത് സുൽത്താൻ അബ്ദുൽ ഹമീദ് രാജാവ് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരുന്നു. ഒരിക്കലും സാധുവായ തുർക്കിയോട് റസൂലുള്ളാഹി സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ വന്ന് പറയാ, നിന്റെ കടം വീടാൻ ഒരു മാർഗമുണ്ട്. അബ്ദുൽ ഹമീദ് രാജാവ് സ്ഥിരമായി എനിക്ക് ചെല്ലാറുള്ള ഒരു സ്വലാത്ത് ഇന്നലെ അയാളുടെ തിരക്ക് കുറച്ച് കൂടിയത് കാരണം പൂർണ്ണമായി അയാൾ ചൊല്ലി തീർത്തിട്ടില്ല. എനിക്ക് പൊരുത്തം ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ എൻ്റെ അബ്ദുൽ ഹമീദിനോട് എൻ്റെ കടം തീർക്കാൻ വേണ്ടി പറഞ്ഞേക്ക് എന്നാണ്. ഇയാൾ പിറ്റേന്ന് രാവിലെ നേരെ സ്വന്തം നാട്ടിൽ നിന്ന് വണ്ടി കയറി രാജദർബാറിലേക്ക് പോയി. രാജദർബാർ അടക്കുന്ന നേരത്താണ് ഇയാൾ എത്തിച്ചേരുന്നത്. കാവൽക്കാർ ഇയാളെ സമ്മതിച്ചില്ല. അവസാനം ഇയാൾ പറഞ്ഞു,
എന്നെ സമ്മതിച്ചില്ലെങ്കിൽ രാജാവ് നിങ്ങളെ ശിക്ഷിക്കും. അത്ര വലിയൊരു മെസ്സേജ് എനിക്ക് രാജാവിന് കൊടുക്കാനുണ്ട്. ഇത് പോയി ഉദ്യോഗസ്ഥന്മാർ രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് എന്നാ പെട്ടെന്ന് അയാളെ വിടുമെന്ന് പറഞ്ഞു. രാജദർബാർ അടക്കുന്ന നേരം ഇയാൾ വന്നിങ്ങനെ നിന്നു. എന്താ വന്നു കഴിച്ചു. ഞാൻ ഇന്നലെ രാത്രി പുണ്യ റസൂലിനെ സ്വപ്നം കണ്ടു പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് എന്തേ ഉണ്ടായി ചോദിച്ചു. എന്നോട് പറഞ്ഞ് എൻ്റെ അബ്ദുൽ ഹമീദ് സ്ഥിരമായി എനിക്ക് ചെയ്യുന്ന സ്വലാത്തിൽ കടമുണ്ട്, അതുകൊണ്ട് ആ സ്വലാത്ത് ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നിന്റെ കടം വിട്ടാൻ പറയാൻ. അയാൾ രാജാവ് എടുത്തിട്ട് പണക്കിഴി ഇയാൾക്ക് കൊടുത്തു. പിന്നെ ചോദിച്ചു എന്താ പറഞ്ഞു. എൻ്റെ അബ്ദുൽ ഹമീദ് രാജാവ് എനിക്ക് കുറച്ച് കടം സ്വലാത്ത് ബാക്കിയുണ്ട് എൻ്റെ അബ്ദുൽ ഹമീദ്, അത് ഞാൻ പൊറുക്കണമെങ്കിൽ പൊരുത്തപ്പെടണമെങ്കിൽ നിന്റെ കടം വിട്ടാൻ പറയുന്നു. പിന്നെയും പണം എടുത്തു കൊടുത്തു. പിന്നെയും പണം പലവട്ടം. ഇയാളോട് ഈ അബ്ദുൽ ഹമീദ് രാജാവ് പിന്നെ ഇയാളെ കൊണ്ട് പറയിപ്പിക്കും. അതിനനുസരിച്ച് വീണ്ടും പണക്കഴി ഇങ്ങനെ എടുത്തു കൊടുക്കും. എല്ലാ പണക്കഴിയും കൊണ്ട് ഇയാൾ അവസാനം ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോ മന്ത്രി ഇയാളെ ബാക്കിൽ നിന്ന് പറഞ്ഞു, നീ രാജാവിനെ ഫക്കീറാക്കിയല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ അധികാര കസേര പോലും ഞാൻ അയാൾക്ക് കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഹുബ്ബൻ റസൂലില്ലാഹി. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു കൊണ്ടുവന്നതെന്നാൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ തബ്ശീർ. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാ. ഉദാഹരണം ഒരു മൗലിദിന്റെ സദസ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അരിയത്തെങ്കിലും മൗലിദ് ഓടാതെ ഒരു ഉരുള ഭക്ഷണം കഴിക്കാത്ത ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളിത് പഠിച്ചു നോക്ക്. എന്നെ കൊഞ്ഞം കുത്തൽ നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചു നോക്ക്. ഇവർ സാലിഹ്യങ്ങളല്ലേ? ഇവരെയല്ലേ ഇവരെ പിൻപറ്റാൻ പറഞ്ഞിട്ടില്ലേ? ഇവർ ജീവിതത്തിൽ കറ ചെയ്യാത്തവരല്ലേ? അങ്ങനത്തെ ആയിരക്കണക്കായ ആളുകൾ ചരിത്രമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഹബീബ നബിയോടുള്ള ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഅലീമു ജനാബി ഹളറത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വല്ലാത്തൊരു ബഹുമാനം അയാൾക്കുണ്ടാവുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ ഖൽബ് ത്രസിക്കുക. നബിയെ കാണാൻ വല്ലാത്ത കൊടിയുണ്ടാവുക. വകസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിക്ക് പരമാവധി സ്വലാത്ത് ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ കുല്ലി ഷൈഇൻ. ഏതൊരു വസ്തുവിനേക്കാളും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക. നബിയുടെ സ്ഥാനത്തിനെ പവിത്രപ്പെടുത്തുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ആ കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കണേ. അതിന്റെ ഭാഗമാണ് തഅലീമു ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഅലീമു നോക്കണേ, തഅലീമു അഹ്ലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ അഹ്ലി ബൈത്ത് പ്രായത്തിൽ അവർ നമ്മളെക്കാൾ ചെറുതാണ്, പക്ഷേ അവരെ കൈ പിടിച്ച് നമ്മൾ ചുംബിക്കും. എന്തുകൊണ്ട്? അവരെയല്ല നമ്മൾ കാണുന്നത് അവരുടെ വല്ലിപ്പയായ മുഹമ്മദ് മുസ്തഫയാണ്. ഉറക്കെ പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിന് അവരെ നമ്മൾ നിന്ദിച്ചാൽ എങ്ങനെ നബിയും നമ്മൾ ബന്ധമുണ്ടാവും? അവർ കർബലയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ബന്ധമുണ്ടാവും? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അത് ഇബാദത്താണ് എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഒരു ഹദീത്ത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപം ചില ആളുകൾ എൻ്റെ മേൽ പറഞ്ഞു. ഏതാണ് ഈ ഹദീത്ത് എന്ന് ചിന്തിക്കണം. ഈ ഹദീസ് സ്വഹീഹാണെന്ന് മഹാനായ ഇബ്നു ഹജർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അസ്സവായിഖുൽ മുഹരിഖയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഈ ഹദീസ് സ്വഹീഹാണ്. എന്നിട്ടാണ് ആ ഹദീത്തിന് തത്രപ്പാട്. എന്ത്? അലിയാരെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ് എന്ന് പറയുമ്പോൾ അത് പുറത്ത് വരാതിരിക്കാനുള്ള താല്പര്യം, എന്നിട്ട് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യാം. അതെങ്ങനെ നടക്കുക? അതൊരു മുഅ്മിനായ മനുഷ്യനിൽ എങ്ങനെ ഉണ്ടാവുക? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീത്താണ് മഹാനായ സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു. അവനെ മുഖത്തേക്ക് നോക്കൽ. സാധാരണ അലിയാരെ പറ്റി നമ്മൾ പറയുന്ന ഭാഷ പോലും വേറെയാ. എല്ലാവർക്കും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അലിയുൻ കർറമല്ലാഹു വജഹു, ആ മുഖത്തെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നല്ലേ പറയാറുള്ളത്. പിന്നെ ആ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താവൂലേ? പറഞ്ഞ ഭാഷ മനസ്സിലാക്കിക്കൂടെ? അലിയുൻ പറ, കർറമല്ലാഹു വജഹു എന്നല്ലേ പറയാ. ആ ഭാഷ തന്നെയല്ലേ ആ മുഖത്തൊരു പ്രത്യേകത ഉണ്ട്. എന്താ മനസ്സിലാക്കാത്ത? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഷിയയാണ്, അവരങ്ങനെയാണ് ഇസ്ലാം എന്നിങ്ങനെ വെറുതെ വിളിച്ചു പറയുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം,
എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് അവനുള്ള ബന്ധം കുറയും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. പിന്നെ വൽ ഖുർബ മിമ്മ യുഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിക്കുന്നവരുടെ കൂടെ കൂടുക. വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മജ്ലിസിൽ ഹാജരാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് വലിയൊരു കാര്യമാണ്, വലിയ കാര്യമാണ്. അവരടുത്തേക്ക് പോയാൽ അവർ നമ്മളെ എത്തിക്കും, അവർ നമ്മളെ എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ, ഒരു ജനത മുഴുവൻ അത്ഭുതപ്പെട്ടില്ലേ? ഒരു സാധുവായ മനുഷ്യൻ അത്തിപ്പറ്റയിൽ മരിച്ചപ്പോൾ എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുസ്തഫ നബിയോടുള്ള മഹബ്ബത്ത്. അല്ലാതെ എന്താണ് ആ മനുഷ്യനുണ്ടായിരുന്നത്? ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാര്, നമ്മളെ ഈ കാലത്ത് നിന്നാണ് ഞാൻ ഈ ജവാബ് പറയുന്നത്, പഴയതിലേക്കൊന്നും പോകണ്ട. ഈ മനുഷ്യൻ എന്താ? അദ്ദേഹത്തിന്റെ നിസ്കാരം അദ്ദേഹത്തിനും 4 റക്അത്താ, അസ്ർ 4 റക്അത്താ, സുന്നത്തും കണക്കാ. എന്നാൽ ആ മനുഷ്യൻ അറിയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ബി മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിന്റെ അകത്ത് പോയി ഇവർക്ക് ചായ കൊടുത്തു. ആ ആളുകൾ പിന്നെ പറഞ്ഞിട്ട് നമ്മളോട് പറയാ, ആളുകൾ ചായ കൊടുത്തു. ആളുകൾക്ക് അദ്ദേഹം ചായ കൊടുത്തു. അങ്ങനെ 5-6 ആളുകൾ ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ അടിയിൽ ഒരു ലേശം ചായ അങ്ങനെ ബാക്കിയാക്കി കിടക്കുമല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് ഈ ചായ മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കുട്ടികൾ കളിക്കും പോലെ കളിക്കണണ്ടപ്പോ ഇവരിത് എന്തിനാണ് ഒരു ചായ 5-6 ആളുകൾ കുടിച്ച ചായ ഇതിലെ ബാക്കി മുഴുവൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒളിക്കണണ്ടപ്പോ ഇവര് വിചാരിച്ച എന്താ അത് കളിക്കാണ്. പക്ഷെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം ഒരു ഗ്ലാസ്സായി. അദ്ദേഹം ഒഴിച്ചു. എന്തുകൊണ്ട്? ഒരു ഭക്ഷണ സാധനം പാത്രത്തിൽ ബാക്കിയാക്കുന്നത് മുസ്തഫ നബിക്ക് ഇഷ്ടമല്ല. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, അത് തന്നെ ആ മനുഷ്യനാണ്. മങ്കൂസ് മൗലൂദ് ഒരു ഹദീത്തെങ്കിലും ഓരാടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ ആളും അദ്ദേഹം തന്നെയാണ്. ഒരാൾ അദ്ദേഹമാണ്. ചില ആളുകൾക്ക് നബിയുടെ രാഷ്ട്രീയ ശൈലിയാ താല്പര്യം. അതിന്റെ രാഷ്ട്രീയ നബിക്കപ്പുറം അവർക്ക് നബിയില്ല. അലക്കിത്തേച്ച പദങ്ങളിലൂടെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അലക്കിത്തേച്ച നബി, ഒരു അലക്കിത്തേച്ച വാക്കുകൾ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവാചകൻ. അതിനർത്ഥം അതിനപ്പുറം ഒരു ആത്മീയത അവർ നബിയിൽ കാണുന്നേ ഇല്ല. എന്തിനും ഒരു ഭൗതിക വ്യാഖ്യാനവും. എങ്ങനെയാണ് അങ്ങനത്തെ ആളുകൾ അവരെ കൂട്ടത്തിൽ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅ അല്ലാത്തവർക്ക് ഈ വിഷയം പോലും ഒരു വിഷയമല്ല. അവൻ നബിയെ സ്വപ്നം കാണൽ അതൊരു വിഷയമാണോ? അതൊരു വിഷയം പോലും അല്ല. എന്തുകൊണ്ട്? സംഭവം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത്ര ഹൃദയപരമായ ബന്ധം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, ചിന്തിക്കണം. അപ്പോൾ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിക്കുന്ന ആളുകളെ പരമാവധി നമ്മൾ കണ്ടെത്തുക, അവനെ സിയാറത്ത് ചെയ്യുക. സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹയ്യൻ വ മയ്യിത്തൻ. ഉദാഹരണം, ഹബീബ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ, ആ കുടുംബങ്ങള്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ത്? ഇപ്പൊ പാണക്കാട്ട് സാദാത്യങ്ങൾ ചൊവ്വാഴ്ച വീട്ടിലിരിക്കും. അതെന്തിനാ? അവരെ മുഹബ്ബീങ്ങളായ ആളുകളുണ്ട്. അവർക്ക് മദീനത്ത് പോയി ചെയ്യാൻ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനൊന്നും കഴിയില്ല. നീ കഴിഞ്ഞാൽ തന്നെ ആയുസ്സിൽ ഒരിക്കൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിയും. എന്നാൽ ഹബീബ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണുക, എന്നിട്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കുക. ഒരു പ്രശ്നമല്ല, ഒന്ന് വന്നിങ്ങനെ കണ്ടുപോവുക. അതിനു വേണ്ടി ഒരു ദിവസം നിശ്ചയിക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, എത്രയോ കൊല്ലങ്ങളായി നടക്കാണ്. ഇത് സ്വാലിഹീങ്ങളായ മുൻഗാമികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ ഇത് നിങ്ങൾ ചിന്തിക്കണം. ഹബീബ നബിയെ സിയാറത്ത് ചെയ്യുക, ഹബീബ നബിയുടെ കുടുംബത്തെ സിയാറത്ത് ചെയ്യുക, ഹയ്യൻ വ മയ്യിത്തൻ. ഉദാഹരണം, ബഹുമാനപ്പെട്ട മമ്പറത്തെ മൗലദബില ഖുതുബുസ്സമാൻ അസീദ് അലവിയിൽ മമ്പുറമി റളിയല്ലാഹു അൻഹു നമ്മൾ സിയാറത്ത് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
ആ വെളിച്ചം ഭൂമിയിൽ ഈ കേരളത്തിൽ എത്തിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഹബീബ നബിയുടെ പേരക്കുട്ടിയായ മഹാനായ മൗലദ് ഖുത്ബുസ്സമാൻ അസയ്യിദ് അലവിൽ മംബുറമി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇങ്ങനെ വടക്ക് പോയാൽ അസയ്യിദ് മദനിയിൽ ഉള്ളാളമേ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു എത്രത്തോളം ഉദാഹരണം പറയാം. പാറപ്പള്ളി കിടക്കുന്നുണ്ട് തമീമുൽ അൻസാരി. എന്താണ് തമീമുൽ അൻസാരി നമ്മൾ ബന്ധം? ഖദ്റ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണോണ്ട് ആരെ കണ്ടിട്ടുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. നബിയോട് കൂടെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, നബിയോട് കൂടെ മറ്റു ഗസ്വാത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്ത് ബന്ധം? അപ്പോൾ ഹയ്യൻ വമൈത, ജീവിച്ചാലും മരിച്ചാലും അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധമുള്ള ആളുകളോട് ബന്ധപ്പെടുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ പ്രധാനപ്പെട്ട വഴികളാണ്. ആ കുടുംബത്തെ അതോടുകൂടെ തന്നെ അഹ്ലു ബൈത്തിനെ ഒന്ന് സഹായിക്കുക, അഹ്ലു ബൈത്തിനെ സഹായിക്കുക. സയ്യിഫ് ബിൻ ദിയസിൻ എന്ന രാജാവ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള ആളുകൾ പോയി യമനിലേക്ക്. പണ്ട് നബി അന്ന് കുട്ടിയാ, നബിക്ക് 2 വയസ്സാണ്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്ത്? ഈ രാജാവ് വലിയ ഉള്ളറിവുള്ള രാജാവാണ്. ഇയാളെ യമനി രാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പോയി. ആര്? അബ്ദുൽ മുത്തലിബും ഒരു സംഘം ആളുകളും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 വയസ്സാണ്. അപ്പൊ അവിടെ താമസിപ്പിച്ച് തിരിച്ച് പോരുന്ന സന്ദർഭത്തിൽ ഈ രാജാവ് എല്ലാവർക്കും പാരിതോഷികങ്ങൾ കൊടുത്തു. എമ്പാടും ഓരോരുത്തർക്കും കൊടുത്തതിനെ 10 ഇരട്ടി കൊടുത്ത് അബ്ദുൽ മുത്തലിബിന് 10 ഇരട്ടി. മനസ്സിലായില്ല? എല്ലാവർക്കും കൊടുത്തു. അതിന്റെ 10 ഇരട്ടി അബ്ദുൽ മുത്തലിബിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു പൊന്നുമോനില്ലേ, ഒരു പേരക്കുട്ടി, ആ പേരക്കുട്ടിയുടെ മഹത്വം കൊണ്ടാണ് ഞാൻ നിനക്കിത് തരുന്നത്. അടുത്ത വർഷം നീ വന്നാൽ ഇത്ര ഇനിയും തരും, പോയിക്കോ. അടുത്ത വർഷമായപ്പോഴത്തേന് സൈഫ് ബിൻ ദിയസിൻ മരിച്ചുപോയി. നിങ്ങൾക്ക് പറയുന്നുണ്ടോ? മനസ്സിലായില്ലേ? യമനിയാ. യമനികളെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത് അൽ-ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യഥാർത്ഥ ഈമാൻ യമനികളുടെ ഈമാനാണ്, യഥാർത്ഥ ഫിഖ് യമനികളുടെ ഫിഖ്ഹുമാണ്, യഥാർത്ഥ തത്വചിന്ത യമനികൾ വഴി വരുന്ന തത്വചിന്തയുമാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് ഏത് കാലം? അന്ന് റസൂലുള്ളാഹിക്ക് എത്ര? 2 വയസ്സാണ്. യമനികൾ നബിയെ ബഹുമാനിച്ചു. ഖുർആനിലെ സമ്പൂർണ്ണ അധ്യായം, അവസാനം ഇറങ്ങിയ അധ്യായം യമനികളെ പറ്റിയല്ലേ. ഇദാ ജാഅ ഓത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഈ ആളുകൾ ഈ പറഞ്ഞ വറഅയ്തൻ നാസ്, ഈ അന്നാസ് ആരാന്ന് ഹബീബായ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബ് പറയാണ്, അഹ്ലുൽ യമനി, അവർ യമനികളാണ്. അവർക്ക് പണ്ടേ നബിയെ ഇഷ്ടം. മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നബിയുമായി ബന്ധമുള്ളവരെ അവർക്കൊരു സന്തോഷം കൊടുത്തേക്കുക, അവർക്ക് എന്തെങ്കിലും ഒന്ന് കാര്യമായി ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അവരെ ഒന്ന് സഹായിക്കുക. അവർക്കൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രയാസം നമ്മുടെ പ്രയാസമായി മനസ്സിലാക്കുക. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അത് സ്വന്തം പ്രയാസമായി മനസ്സിലാക്കുക. അവർക്കൊരു പ്രയാസം ഉണ്ടാവാതിരിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവരിൽ ഒരാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അത് നമ്മളെ പ്രയാസമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക. മദീനയിലേക്ക് പ്ലേഗ് കയറൂലാണ് ഹബീബായ റസൂലുള്ളാഹ്. ലോക ചരിത്രത്തിൽ ദശലക്ഷക്കണക്കായ ആളുകൾ മരിച്ച പ്ലേഗ് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. എന്നിട്ടും എവിടെയില്ല? മദീനയിലില്ല. എന്തുകൊണ്ട്? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കുടുംബത്തെയും വല്ലാതെ പ്രേമിച്ച നാട്ടുകാരാണ് മദീനക്കാർ. ഈ ഒരു ബോധം ഉണ്ടാവുക. ഇതൊക്കെ നമുക്കുണ്ടായാൽ സ്വാഭാവികമായും അവസരങ്ങൾ ഒരുങ്ങും. ശരീഅത്തിനെ പൂർണ്ണമായി പാലിക്കുക. ലാഹിറൻ വബാത്തിന മഹബ്ബത്തു അഹ്ലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ. 1-2 സംഭവം കൂടി ഞാൻ കാര്യം കൂടി പറഞ്ഞു തന്നിട്ട് സ്വപ്നം കണ്ട ആളുകളുടെ ചില ചരിത്രങ്ങൾ പറയാൻ ചുരുങ്ങിയ വിഷയങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. ഇതിൽ വിശദമായ ചർച്ചയാണ്.
ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആ കൂട്ടത്തിൽ അതിന് പറ്റിയ ദുനിയാവിനേക്കാൾ ആഖിറത്തെ തിരഞ്ഞെടുക്കുന്ന അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അത്തരം ആളുകളെ കണ്ടെത്തുക, അത് വളരെ ചിന്തിക്കണം. ഈ സ്റ്റേജിൻ്റെ മുകളിലൂടെ തപ്പി നടക്കണ്ട. വെള്ളത്തിൻ്റെ മുകളിലൂടെ തപ്പിയതുകൊണ്ട് മീൻ കിട്ടൂല. മീൻ എപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? തപ്പാൻ നമ്മളൊക്കെ തപ്പും, പക്ഷെ മുകളിൽ തപ്പുള്ളൂ. എന്താ മുകളിൽ തപ്പിയാലുള്ള സുഖം? മുകളിൽ തപ്പിയാനുള്ള സുഖം എന്താണെന്നാൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ ഫോട്ടോത്തിൽ പെടും. അദ്ദേഹം നീന്തിയപ്പോൾ പക്ഷെ മീൻ കിട്ടൂല. എല്ലാവർക്കും ആവശ്യം എന്താണെന്നറിയോ? എല്ലാവർക്കും ആവശ്യം വെള്ളത്തിന് മേലെ കൂടി നീന്തുക. അദ്ദേഹം നീന്തിയപ്പോൾ, അദ്ദേഹം കരക്ക് കയറിയപ്പോൾ, അദ്ദേഹം നീന്തിയപ്പോൾ പിറ്റേന്ന് പത്രത്തിൽ വരും. മീൻ കിട്ടൂല. മീൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? മീൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് അടിയിലാണ്. ഇനി മീൻ അധികരിക്കുന്ന കാലമാണ്. മഹ്ദി ഇമാം വരാനായാൽ, റിജാല് അധികരിക്കുന്ന കാലമാണ്. മഹ്ദി ഇമാം വരാനായാൽ ഔലിയാക്കന്മാരെ കാലം കഴിഞ്ഞിട്ടില്ല, ഔലിയാക്കന്മാരെ കാലം കൂടാണ്. ഭയങ്കര ഔലിയാക്കന്മാരാണ് വിവരം പോകുന്നത്. അതായത് അള്ളാഹുവിനെ പ്രേമിക്കുന്ന ആളുകൾ. ഞാൻ ഇന്നലെ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, പ്രശ്നങ്ങൾ എൻ്റെ സമുദായത്തെ സ്വർണം കനിയിൽ നിന്നെടുത്ത സ്വർണത്തെ തീ ശുദ്ധീകരിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ എൻ്റെ സമുദായത്തെ ശുദ്ധീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? പ്രശ്നങ്ങൾ എൻ്റെ സമുദായത്തെ ശുദ്ധീകരിക്കും. കനിയിൽ നിന്നെടുത്ത സ്വർണത്തെ തീ ശുദ്ധീകരിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ എൻ്റെ സമുദായത്തെ ശുദ്ധീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോണത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്തുണ്ടാവും? അതിനിടയിൽ ധാരാളം ഉണ്ടാവും. അതേ സമയത്ത് തിരിച്ചുണ്ടാവും. പ്രശ്നങ്ങൾ കാണുമ്പോഴത്തിന് ശത്രുവിന്റെ ചിഹ്നം സ്വന്തം കൈവെള്ളയിൽ വെക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടാവും. അങ്ങനെയുണ്ട്. ശത്രുവിന്റെ അടയാളങ്ങളെ സ്വന്തം കൈവെള്ളയിൽ വെക്കുന്നവരുമുണ്ടാകും. എന്നാലോ ഏത് പ്രതിസന്ധിയിലും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നവരുമുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുക. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, നല്ല നല്ല സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങളെ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ കൂടെ അവരിൽ നല്ല മനുഷ്യന്മാർ, നല്ല സ്വാലിഹീങ്ങൾ. അല്ലാതെ തോളിലൂടെ ഒരു ഒല്ലിട്ട് നടക്കുക എന്നൊന്നും ആ പറഞ്ഞതിന് മാനയില്ല. അങ്ങനോട്ട് മനസ്സിലാക്കുകയും വേണ്ട. ഒരു പച്ച തലയെക്കെട്ട് കെട്ടിയത് കൊണ്ടോ ഒരു പച്ച കുപ്പായിട്ടത് കൊണ്ടോ ഒന്നും ഒരാൾ വലിയാകണമെന്നില്ല. അതൊക്കെ ഇന്നത്തെ വലിയന്റെ ക്വാളിറ്റിയായി ജനം കണക്കാക്കുന്നതാണ്. അതൊന്നുമല്ല. ദുനിയാവിനോട് അവർക്ക് ബന്ധമില്ല, ആഖിറത്തോട് അവർക്ക് ബന്ധം. ഇങ്ങനെയുള്ള ആളുകൾ, ഇത്തരം ആളുകളുമായി ബന്ധപ്പെടുക. അല്ലാഹു നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കഴിയുമെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാനുള്ള മാർഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാർ അവരുടെ ശിഷ്യന്മാരെ ഉപദേശിക്കാറുണ്ട്. സൂറത്തുൽ കൗസർ യൗമിയൻ അൽഫ മറ. സൂറത്തുൽ കൗസർ ഭയങ്കര സൂറത്താണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അൽഫിനൊരു വലിയ ഘടകവുമുണ്ട്. അൽഫാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം. അൽഫല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ്. അവിടെ അൽഫാണ് പറയുന്നത്. അൽഫ് ഒരു വലിയ വിഷയം. അൽഫ് മിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. അവിടെ അൽഫാണ് പറയുന്നത്. അവിടെ ഒരു അൽഫുണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ്. അവിടെ ഒരു അൽഫ് പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ ഇവിടെ പറയേണ്ടത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുഃഖിച്ച സമയത്ത് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ച സൂറത്താണ് ഏത്? കൗസർ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ കുഞ്ഞുമോനായ അബ്ദുള്ള വഫാത്തായി. ആ നേരത്ത് ഖുറൈശികൾ മുഴുവനും തുള്ളിച്ചാടി. സ്വാറ മുഹമ്മദുനിൽ ലൈല അബ്തറാ, സ്വാറ മുഹമ്മദുനിൽ ലൈല അബ്തറാ, സ്വാറ മുഹമ്മദുനിൽ ലൈല അബ്തറാ. മുഹമ്മദിന്റെ വാലറ്റ് വീണു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മുഹമ്മദിന് പിൻഗാമിയില്ല എന്ന് പറഞ്ഞ് അവർ
തുള്ളിച്ചാടുന്ന രാത്രിയിൽ ആകാശത്തെ രാജകുമാരൻ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ മുത്തുനബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖം എന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രയാസമുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു ഹദീസ് പറഞ്ഞിരുന്നല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുഃഖം അല്ലാഹുവിന്റെ പ്രയാസമാണ്. ലസവാലു ദുനിയാ അഹ്വനു ഇൻദല്ലാഹി മിൻ ഖത്ലിൽ മുഅ്മിനീൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ അള്ളാഹുവിന് നിസ്സാരം ഈ പ്രപഞ്ചം തന്നെ തകർത്ത് കളയലാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ നിസ്സാരം ഈ പ്രപഞ്ചം തന്നെ തകർത്ത് കളയലാണ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുമ്പോൾ അള്ളാഹ്ക്ക് അത്ര വലിയ പ്രയാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്കിൽ സയ്യിദുൽ മുഅ്മിനീൻ ഇമാമുൽ മുത്തഖീൻ മുഹമ്മദ് മുസ്തഫ, ആ നബിയുടെ ദുഃഖം എത്ര വിഷമമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അള്ളാഹു എത്ര ക്ഷമിക്കും ആ കാര്യത്തിൽ. അള്ളാഹു വലിയ സ്വാബിറല്ലേ. അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന ഒരാളുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത്രയും വലിയ അല്ലേ ഹബീബിന്റെ ഒരു പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ആ ഹബീബിന്റെ പ്രയാസമുള്ള സന്ദർഭത്തിൽ വേഗം കുഞ്ഞ് മരിച്ചുപോയി, ആ പ്രയാസം തീരാൻ വേണ്ടി നബി ഒന്ന് ചിരിച്ചു കിട്ടാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് ഏത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, വളരെ ചിന്തിക്കണം. ദീന് പൂർത്തിയാക്കിയപ്പോൾ പോലും അല്ലാഹു ഇന്നി എന്നാ പറഞ്ഞത്, ഞാൻ എന്നാ പറഞ്ഞത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു, ഞാൻ എന്നാ പറഞ്ഞത്. പക്ഷെ നബിക്ക് ഡയറക്റ്റ് കൊടുക്കുന്നിടത്തൊക്കെ നാം എന്നാ പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നാം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നാം. ലോകർക്ക് ഞാൻ, നബിക്ക് നാം. ആരോ പറഞ്ഞത്രേ, അദ്ദേഹം പ്രസംഗിച്ച് അള്ളാനേക്കാൾ വലിയ ആളാക്കി മുഹമ്മദ് നബിയെ. അഫ്വൻ, മാപ്പാക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മാപ്പാക്കണം. ഇതിലൊന്നുമില്ലേ? ഇത് മനോരമയാണോ? ഈ ലോകത്ത് നമുക്കൊക്കെ ഇസ്ലാം മതം അള്ളാഹ് പൂർത്തിയാക്കി തരാം. അപ്പോൾ ഞാൻ നബിക്കൊറ്റക്ക് കൊടുത്തപ്പോൾ നാം, നമുക്കെല്ലാവർക്കും കൂടി ആളുകൾക്ക് ഇസ്ലാം മതം സമർപ്പിച്ചപ്പോൾ ഞാൻ. എത്ര വട്ടം ഞാൻ നാം എന്ന് പറയാൻ കിട്ടൂലായിരുന്നു? അല്യൗമ അക്മൽതു ഞാൻ, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വഅത്മംതു വറളിതു നിഅമതി വറളിതു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم. 4 വട്ടം ഞാൻ. എന്നാൽ നബിയെ അങ്ങേക്ക് നാം ഇതാ കൗസർ ഏൽപ്പിച്ചിട്ടു. ഇനി എന്തിനാ വിഷമിക്കണം? അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ഒന്ന് ചിന്തിച്ചൂടെ? മനുഷ്യരെ ഒന്ന് ചിന്തിച്ചൂടെ? ആരാ മുത്ത് മുഹമ്മദ് മുസ്തഫ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ഖുർആൻ നബിക്ക് ഏൽപ്പിച്ചപ്പോൾ നാം, നമുക്ക് ഏൽപ്പിച്ചപ്പോൾ ഞാൻ. മനസ്സിലായോ പറഞ്ഞത്? ഈ ഖുർആൻ നബിക്ക് ഏൽപ്പിച്ചപ്പോൾ, നബിക്ക് ഒറ്റക്കാണല്ലോ അന്ന് ഏൽപ്പിച്ചത്, 5 ആയത്ത് കൊണ്ടേ കൊടുത്തു. അപ്പോൾ നാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, എന്നിട്ട് അതിനെ അള്ളാഹു ബഹുമാനിക്കുകയും ചെയ്തു. ആ ലൈലത്തുൽ ഖദറിനെ നബിക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ രാത്രിയെ എല്ലാ കൊല്ലം ബഹുമാനിച്ചു. നമുക്ക് ഏൽപ്പിച്ചെന്ന ദിവസമുണ്ട്, അതിന് പ്രത്യേകത ഒന്നുമില്ല. അല്യോമ ആക്കുമൽ, അത് ഞാൻ 4 ഞാൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇതൊക്കെയാ പറഞ്ഞത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ഇന്നാ. ഈ ആയത്തിൽ വരുമ്പോൾ ഇന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ബഹുമാനിച്ചത് മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഓതുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ.
ഇന്ന ഷാനിയൊക്കെ ഹുവൽ-അബ്തർ എന്ന് പറയുമ്പോൾ നബി ആക്ഷേപിച്ചവരെല്ലാം തകരും എന്ന് മനസ്സിൽ ചിന്ത കൊണ്ടുവരിക. ജാമ്യവും മാന്യവും ഇതന്നെയാണ് ആ സൂറത്തിൽ കൊണ്ടുവരുന്നത്. നബിയെ ബഹുമാനിച്ചതും കൊണ്ടുവരിക. ഇതൊരു1000 തവണയെങ്കിലും ചില വിശേഷ ദിവസങ്ങളിലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമെന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങൾ എന്നാൽ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും. പിന്നെ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ചും ഇതൊക്കെ വിശേഷ ദിവസം. മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ വന്നാൽ അത് വലിയ ഖൈറാണെന്നാണ്. 100 തവണയെങ്കിലും കൗസർ ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഒരു നാട്ടിലിറങ്ങിയിട്ട് 100 വട്ടം കൗസർ സൂറത്ത് ഓതിയാൽ അയാളിൽ നിന്ന് അയാൾ ലാ യുവാജിഹു മിൻ തിൽക്കൽ ബൽദത്തി ഇല്ലാ ഖൈറാ, ആ നാട്ടിൽ നിന്ന് ഖൈറല്ലാതെ ഒന്നും അയാൾ അഭിമുഖീകരിക്കുകയില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഉടനെ ഒരു 100 വട്ടം ഇന്നായത്തോയിനാക്കൽ കൗസർ ഓതിയാൽ മതി. 6 മിനിറ്റ് മതി, അല്ലെങ്കിൽ 8 മിനിറ്റ്. 6 മിനിറ്റ് ഏറി വന്നാൽ 8 മിനിറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇതുപോലെയാണ് എൻ്റെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനൊരു സൂറത്തുണ്ട് ഖുർആനിൽ. ആ സൂറത്ത് 1000 വട്ടം ദായിമാക്കുന്നതും മനുഷ്യന് ആ വ്യക്തിക്ക് റസൂലുള്ളാഹിനെ കാണാൻ എളുപ്പമാകുമെന്നും ആ ആയത്തിന്റെ സൂറത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഏത്? ഇലാഫി ഖുറൈശ് إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം, നീട്ടുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ചിന്തിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞു. പുണ്യ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഒരു വഴിയാണ് സിറുൽ ഖുർആനാണ്. ഖുർആന്റെ രഹസ്യമായ ഒരു ആയത്തുണ്ടല്ലോ, ചിന്തിക്കണം. ഖുർആന്റെ രഹസ്യമായ ഒരു ആയത്തില്ലേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ഒരാളെ സ്വപ്നം കാണാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടിലെ ഒരു ഭ്രാന്തനെ പിടിച്ച് ചുംബിക്കുന്നതായിട്ട് ആ സ്വപ്നം കണ്ടു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാള് ബഗ്ദാദിലെ ഒരാൾ, ഞാൻ ചരിത്രം പിന്നീട് വിശദമായി പറയും, സമയം ചുരുങ്ങിയത് കൊണ്ട് ഞാൻ കുറഞ്ഞ് ചുരുക്കാണ്. ഞങ്ങൾക്ക് ഉദാഹരണം പറയാം. ഒക്കെ എൻ്റെ കയ്യിൽ റെക്കോർഡ് രേഖയുണ്ട്. താരീഖിലില്ലാത്ത വിഷയം പറയില്ല, പേടിക്കണ്ട. താരീഖിലില്ലാത്ത കാര്യം പറയില്ല, പേടിക്കണ്ട. കിതാബിന്റെ മുസ്തനദില്ലാത്ത വർത്തമാനം പറയില്ല, പേടിക്കണ്ട. ഹബീബായ റസൂൽ ഒരാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. റസൂലുള്ള ആ നാട്ടിലെ ഒരു ഭ്രാന്തനെ പിടിച്ച് ചുംബിക്കുന്നതാണ്. അപ്പൊ ഈ സ്വപ്നത്തിൽ തന്നെ ഇയാള് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഭ്രാന്തനാണ്, ഇയാളെ നിങ്ങൾ എന്തിനാ ചുംബിക്കണെന്ന്? അപ്പോൾ പറഞ്ഞു, യഖ്റഉ കുല്ല സ്വലാത്തിൻ മക്തൂബത്തിൻ ലഖദ് ജാഅകും സലാസ മർറാത്ത്. അയാൾ എല്ലാ ഫർള് കഴിഞ്ഞാലും 3 വട്ടം ലഖദ് ജാഅകും ഓടും. എനിക്ക് അയാളെ ചുംബിക്കാതിരിക്കാൻ പറ്റൂല. മനസ്സിലായോ പറഞ്ഞത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അതിന്റെ അസ്റാർ അത്ഭുതകരമാണ്. ഇനി ഈ ആയത്ത് തന്നെ ദിവസേന ഒരു അദദ് നിശ്ചയിച്ച് ചെല്ലുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിനെ കാണാൻ എളുപ്പമാവും. മുത്ത് മുഹമ്മദ് മുസ്തഫ അത് സിറാണ്, ഭയങ്കര രഹസ്യം. അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വേണം. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും വേണം. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള്
ആ മങ്കൂസിൽ ആദ്യത്തെ ഹദീസിൽ തന്നെ ഈ ആയത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഖുത്ബി തങ്ങളുടെ ഒരു തക്രീറുണ്ട്. എന്താ അവർ പറയുന്നതെന്നറിയോ? ഇതിൽ ഇസ്മുൽ ആലമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തിരക്കുള്ള ആളുകൾ മങ്കൂസിന്റെ ഒരു ഹദീസ് മാത്രം ഓതിയിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിലും ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കേണ്ട. കാരണം ഈ ആയത്തിൽ ദുആക്ക് ഇജാബത്തുണ്ട്. ഏതായത്തില് മനസ്സിലായ പറഞ്ഞത്? മങ്കൂസിലെ ആദ്യത്തെ ഹദീസ് കണ്ടില്ലേ? അതില് ഖാലല്ലാഹു തആല ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതിൽ ആയത്തുൽ ഇജാബത്താണ്. ഇതിൽ ഇസ്മുൽ ആലമുണ്ട്. എന്നത്ത് ഖുത്ബി തങ്ങൾ, അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത ലോകം കണ്ട ആശിഖുർ റസൂലാണ് മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു. അവർ എഴുതിയതാണ് മങ്കൂസ് മൗലൂദ്. നിങ്ങൾ തന്നെ ചെയ്യാനുള്ള കാരണം എന്താ? ആളുകൾക്ക് ഇജാബത്ത് കിട്ടണം. എന്റെ പ്രയാസമുള്ളവർ ഒരു അരി തോന്നിയാലും ഇജാബത്ത് കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. നബിയെ ഒരാൾ സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ അവസാനിപ്പിക്കും. സംഭവങ്ങൾ മുഴുവനും കൂടി പറയാൻ അനവധി സംഭവങ്ങളുണ്ട്. ഇത് ഈ പ്രഭാഷണത്തിന്റെ ആമുഖം മാത്രമാണ്. കൂടുതൽ അറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ്. ഏത് കാര്യത്തിലും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടും. നബിയുടെ ഇടപെടൽ ഇവിടെ നോക്കുക. ചിലപ്പോൾ പ്രയാസങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവിടെ നോക്കണേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളോട് പറയുകയാണ്, ഹുസൈൻ ഷഹീദായി, ഹുസൈൻ ഷഹീദായി. എന്നാൽ ഹുസൈൻ ഷഹീദായി എന്ന് യാതൊരു വിവരവും ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ മോനായ ഹുസൈൻ ഷഹീദായിട്ടുണ്ട് എന്ന് പറയാ ആര്? ഒരു സദസ്സിലിരിക്കുമ്പോ ആര് പറയാണ്? മഹാനായ ഇബ്നു അബ്ബാസ്. വെറുതെ പറയല്ല, ഇത് അൽബിദായിൽ ഇബ്നു കതീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കതീറിന്റെ ഉസ്താദ് ഇബ്നു തൈമിയാണ്. ചിന്തിക്ക്, ഇതാ ഹുസൈൻ ഷഹീദായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഹുസൈൻ ഷഹീദായ? ഒരു വിവരവും ഇല്ല. അതെങ്ങനെ പറഞ്ഞു? അപ്പോൾ പറഞ്ഞ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുസ്തഫ, ഇങ്ങോട്ട് നോക്ക് കണ്ണിന്റെ ഇമ തട്ടണ്ടട്ടാ, ഇത് ഭയങ്കര വിഷയം. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. വമഅഹു സുജാദത്തും മിൻ ദമിൻ, നബിയുടെ കയ്യിൽ ഒരു പളുങ്ക് പാത്രം നിറയെ ചോരയുമുണ്ട്. ഞാൻ ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. വമഅഹു സുജാദത്തും മിൻ ദമിൻ, മുത്തുനബിയുടെ കയ്യിൽ ഒരു പളുങ്ക് പാത്രം നിറയെ ചോരയുമുണ്ട്. ഫഖാല, അപ്പോൾ ഹബീബ് പറയുന്നുണ്ട്, അലാ തഅലമു, എടാ ഇബ്നു അബ്ബാസേ, നിനക്കറിയുമോ, മാ സനഅതു ഉമ്മത്തി ബഅദി, എനിക്ക് ശേഷം എന്റെ സമുദായം എന്നോട് എന്ത് ചെയ്തു എന്ന് നിനക്കറിയുമോ? എനിക്ക് ശേഷം എന്റെ സമുദായം എന്നോട് എന്ത് ചെയ്തു എന്ന് നിനക്കറിയുമോ? ഇബ്നു അബ്ബാസേ, അവര് ഖതലു ഇബ്നി അൽ ഹുസൈൻ, അവൻ എന്റെ പൊന്നുമോൻ ഹുസൈനെ കൊന്നു. വഹാദമുഹു, ഈ പളുങ്ക് പാത്രത്തിലുള്ളത് ഞാൻ കർബലയിൽ നിന്ന് ശേഖരിച്ച ചോരയാണ്. ഹുസൈൻ എന്ന എന്റെ പൊന്നുമോന്റെ ചോരയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ, എന്റെ പൊന്നുമോന്റെ കൂട്ടത്തിൽ മരിച്ചു പോയ എന്റെ പേരമക്കളുടെ ചോരയാണ്. ഞാനത് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ചോര കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് രാത്രി സ്വപ്നത്തിൽ വന്നു ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് കഴിഞ്ഞിട്ട് 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കഴിഞ്ഞിട്ട് 24 ദിവസം ഈ സംഭവം കഴിഞ്ഞിട്ട് 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം യഹ്യയിലുണ്ട്. ഇമാം ഗസാലി തങ്ങൾ ഈ സംഭവം യഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫജാഅൽ ഖബറു ബഅദ 24 യൗമൻ ബിഖത്ലിഹി,
ഫിൽ യൗമില്ലദീ റആഹു. ഈ സ്വപ്നം കണ്ടിട്ട് 24-ാമത്തെ ദിവസമാണ് മദീനയിൽ ഈ വാർത്ത എത്തുന്നത്. അതിന് മുമ്പ് സ്വപ്നം കണ്ടു ആര്? ഇബ്നു അബ്ബാസ്. അതായത് നാട്ടിൽ നടക്കുന്ന ഗൗരവമായ വിഷയങ്ങളിൽ മുത്തുനബി ഇടപെടും. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതേ സന്ദർഭത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി, റസൂലുള്ളാഹിയുടെ ഭാര്യയായ മുത്തുനബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, അവരിങ്ങനെ ഒരു മഹദി പറയാണ്, ഞാന് ഉമ്മു സൽമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു സ്വഹാബിയത്തായ പെണ്ണ് പറയാം, ഞാന് ഉമ്മു സൽമ ബീവിയായ റസൂലുള്ളാഹിയുടെ ഭാര്യയായ ഉമ്മു സൽമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. വഹിയ തബ്കി, ഉമ്മു സൽമ ബീവി ഇങ്ങനെ കരയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ യുബ്കിക, എന്തിനാ കരയുന്നതിന്റെ? അപ്പോൾ ഖാലത്ത്, ഉമ്മു സൽമ ബീവി പറഞ്ഞു, ഇതേ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയെ സ്വപ്നം കണ്ട അതേ സമയം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടു. വഅലാ റഅസി വലിഹയതി തുറാബ്, റസൂലുള്ളാഹിയുടെ തലയിലും റസൂലുള്ളാഹിയുടെ താടിയിലും പൊടിമണ്ണുണ്ട്. റസൂലുള്ളാഹിയുടെ തല നിറച്ച് പൊടിമണ്ണുണ്ട്, താടിയിലും പൊടിമണ്ണുണ്ട്. ഫഖുൽതു, അപ്പ ഉമ്മു സൽമ ബീവി പറയാണ്, ഭർത്താവല്ലേ റസൂലുള്ളാഹ്, മാ ബാലിക, നിങ്ങളെവിടെയോ വീണ മാതിരി ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, അല്ല പെണ്ണ്, ഞാൻ ഷഹീദ് ഖത്ലൽ ഹുസൈൻ, ഞാൻ കർബലയിൽ നിന്ന് വരികയാണ്. എൻ്റെ കുട്ടിയെ അവർ കൊന്നിട്ടുണ്ട്, ഞാൻ അവിടെ പോയി വരികയാണ്. ആ പൊടിമണ്ണാണ് എൻ്റെ മുഖത്തും എൻ്റെ താടിയിലും എൻ്റെ തലയിലും എൻ്റെ താടിയിലും. ആ പൊടിമണ്ണ് എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട ദിവസം തലയിലും താടിയിലും പൊടിമണ്ണോടുകൂടി ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ. എത്ര സംഭവം, എത്ര സംഭവം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അടിച്ച ദിവസം റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് തോറ്റു പോകണ്ട. എത്ര ഇടപെടൽ ഇന്നും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ഇനി അത് മാത്രമൊന്നല്ല, ഈ ഇടപെടൽ ഇത് മാത്രമൊന്നല്ല. ഒരാൾ പറയാണ്, ഞാൻ മദീനയിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസയില്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. ആ രൂപത്തിലാണ് ഞാൻ ഹബീബിൻ്റെ മദീനയിൽ ചെന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുത്തുനബിയുടെ മദീനയിൽ ചെന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അന ലൈഫുക യാ റസൂലല്ലാഹ്, ഞാൻ ഹബീബായ നബിയെ ലൈഫുക, അങ്ങയുടെ വിരുന്നുകാരനാണ് എന്ന് ഞാൻ നബിയോട് പറഞ്ഞു. മനസ്സിലാക്കണേ, ഒരാൾ പറയാണ്, ഈ ഇടപെടൽ ഈ അടുത്ത കാലത്ത് വരെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കും. ഇപ്പോഴും ഇങ്ങനത്തെ ഇടപെടലുള്ള സംഭവങ്ങളുണ്ട്. ഒരാൾ പറയാണ്, ഞാൻ മദീനയിൽ പോയി, അപ്പൊ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. അങ്ങനെ ഞാൻ നേരെ റൗള സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞേ, നബിയെ, എനിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. 4-5 ദിവസമായിട്ട് മര്യാദ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ അടുത്തല്ലേ വരുന്നത്, തീറ്റി പോറ്റേണ്ട ആൾ നിങ്ങളല്ലേ, നിങ്ങളെ അതിഥിയല്ലേ ഞാൻ, ആതിഥേയ നിങ്ങളല്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ വിശപ്പ് മാറ്റേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു മെഹ്റാബിൻ്റെ ഒരു സൈഡിൽ ഞാൻ അങ്ങനെ മെല്ലെ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു. രാത്രി ഉറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ കയറി വന്നു 4-5 ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്, അലി ബിൻ അബി താലിബ് ഉണ്ട്. അലിയാണ് വന്നിട്ട് എന്നെ വിളിച്ച്, വന്നിട്ടുണ്ട്, ഞാൻ എണീറ്റ് റസൂലുള്ളാഹി ഞാൻ വേഗം തട്ടിപ്പിടിച്ച് എണീറ്റ്. അപ്പൊ നോക്കുമ്പോ റസൂലുള്ളാഹി ഉണ്ട്. റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ട് ഒരു ഖുബ്സ്, ഒരു നല്ലൊരു ഖുബ്സിന്റെ പൊടിയാണ് റസൂലുള്ളാഹിയുടെ കയ്യിൽ. ആ ഖുബ്സ് എനിക്കത് തന്നു. ശരി തന്നെയാണ്, നീ നിന്റെ അതിഥിയാണ്, അതുകൊണ്ട് തീറ്റിപ്പോറ്റേണ്ട ആള് ഞാൻ തന്നെയാണ്, നീ പേടിക്കണ്ട, ഞാൻ തീറ്റിപ്പോറ്റും, കഴിച്ചുകൂടുക. ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പകുതി എന്നെ കൊണ്ട് അപ്പോൾ തന്നെ തീറ്റിച്ചു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് പകുതി തിന്നു. 4 ആൾ കൂടെ ഉണ്ട്, മുത്തുനബിയുമുണ്ട്, സിദ്ദീഖുൽ അക്ബറുമുണ്ട്. താരീഖ് മനോഹരമായ സംഭവം, ഇങ്ങനത്തെ 100 കണക്കിന് സംഭവമുണ്ട്. അങ്ങനെ ഞാൻ പകുതി തിന്നപ്പോഴത്തിന് എനിക്ക് റസൂലുള്ളാഹി കൊണ്ടുവന്നല്ലേ, പകുതി തിന്നപ്പോഴത്തിന് എനിക്ക് വിശപ്പ് മാറി. പിന്നെ ഞാൻ ആ പകുതിയും പിടിച്ച് കടന്നുറങ്ങി. നട്ടപ്പാതിരം കൊണർന്ന് നോക്കുമ്പോൾ പകുതി റൊട്ടി കയ്യിലുണ്ട്. പകുതി റൊട്ടി, അതായത് സ്വപ്നമല്ല, എന്ത് യാഥാർത്ഥ്യം, സ്വപ്നമല്ല യാഥാർത്ഥ്യം.
വെള്ളിയാഴ്ച നമ്മൾ ഓടുന്ന ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ നബാത്തിയ ഖുത്ബയുടെ അതിനുവേണ്ടി ഹബീബായ നബി വരുന്നുണ്ട്. ഒരിക്കൽ വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറയും, യാ സയ്യിദൽ ഖുത്ബ, അല്ല ഖത്തീബന്മാരെ നേതാവല്ലേ, എൻ്റെ ഒരു ചുരുക്കുള്ള ഖുത്ബയാണ്, ഒന്നോട് ഞാനൊന്ന് കേൾക്കട്ടെ. സ്വപ്നത്തിൽ വന്ന റസൂലുള്ളാഹി പറയാം. അപ്പൊ എന്തേത് റസൂലുള്ളാഹിക്ക് റജബ് മാസത്തിലൊരു ഖുത്ബയുണ്ട്, മനോഹരമായ ഖുത്ബ. അതങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അഹ്സൻത അഹ്സൻത, നന്നായി നന്നായി, ഇങ്ങോട്ട് വാറും. എന്നിട്ട് എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് എൻ്റെ വായിൽ റസൂലുള്ളാഹി തുപ്പി തന്നു. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു എണീറ്റപ്പോൾ വായന് കസ്തൂരി വാസനിച്ചു. പിന്നെ അദ്ദേഹം ഒരു ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല അടുത്ത് തന്നെ നീ മരിക്കുമെന്ന സൂചനയും റസൂലുള്ളാഹി എനിക്ക് തന്നു. നീ എന്റെ കൂട്ടത്തിലേക്ക് വരാൻ പോവാണ്, അടുത്ത് നീ മരിക്കുമെന്ന സൂചനയും തന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭക്ഷണം വേണ്ടതായി. കാരണം എന്റെ വായിൽ ഹബീബായ റസൂലുള്ളാഹി തുപ്പി തന്നിട്ടുണ്ട്. എങ്ങനെ ഫിൽ മനാമി, സ്വപ്നത്തിൽ. പിന്നെ എന്തായി, കണ്ടോർക്ക് വന്നോർക്ക് മുഴുവനും സുഗന്ധവാസന, വല്ലാത്ത സുഗന്ധം. പിന്നെ 18 ദിവസമാണ് മഹാനായ ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. 28 ദിവസം അദ്ദേഹത്തിന്റെ മനോഹരമായി കസ്തൂരി വാസനിച്ചുകൊണ്ടേയിരുന്നു വായയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണവും വെള്ളവും സ്വപ്നത്തിൽ വന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ കൊടുത്ത ഔമിനീരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനത്തെ ആയിരക്കണക്കായ സംഭവങ്ങളുണ്ട്. തങ്ങന്മാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല. നമുക്കൊരു 12 ആവുമ്പോഴത്തിന് പിരിയുകയും വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട 2 സയ്യിദന്മാർ ഇവിടെ ഉണ്ട്, 3 സയ്യിദന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സനാഉല്ലാഹ് യമാനി, അദ്ദേഹം ഒരു നിറഞ്ഞ പണ്ഡിതനാണ്, വലിയൊരു ദർസ് നടത്തുന്ന മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. വർക്കാമീൻ പറയും, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പാനൂർ ബഹുമാനപ്പെട്ട പാനൂർ തങ്ങളുടെ അലാഹാമിഷ് തഫാസിർ എഴുതിയ ബഹുമാനപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദാണ്. അദ്ദേഹം വലിയ ഒരു മഹാനാണ്. അള്ളാഹു തആല അവരൊക്കെ മഹാന്മാരാണ്. അവർ ദർസ് നടത്തുന്ന ഒരു ആലിം കൂടിയാണ്. അള്ളാഹു അവരുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. മാത്രവുമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളായി എനിക്ക് തോന്നിയ ഒരാളാണ്. ഇരുത്തി പറയാൻ പാടില്ല. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട്, അത് ഇരുത്തി പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അദ്ദേഹമാണ് ഇനിയുള്ള കാര്യങ്ങൾക്ക് ഒരു നസീഹത്ത് അല്പനേരം അദ്ദേഹം നടത്തും.